കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സ്വാതന്ത്ര്യദിനാഘോഷത്തിനെ കുറിച്ചിട്ടും അതേപോലെ ആ ഒരു കാലഘട്ടത്തിൻ്റെയും അതേപോലെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിരുന്നു അല്ലേ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നുള്ളത് വ്യക്തിപരമായിട്ടും അതേപോലെ തന്നെ മാറുന്ന കാലഘട്ടത്തെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പം നമുക്ക് ആ ഒരു എപ്പിസോഡിലേക്ക് കിടക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻ്റർവ്യൂയുടെ ഒരു സ്ട്രക്ചർ മാറ്റാൻ വേണ്ടി ഇന്ന് ഇന്നലെ എന്നുള്ളൊരു സെഗ്മെൻറ്റും കൂടി ഉണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ ആ വേർഡ് പറയും, അതിനെക്കുറിച്ച് ഇന്നത്തെ ആ വേർഡ് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. സ്വാതന്ത്ര്യം, ഇന്നത്തെ സ്വാതന്ത്ര്യം, ഇന്നലത്തെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം ഇന്നലെയും ഇന്നും തമ്മിൽ ഒരിക്കലും വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ വളരെ സുഖമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് സ്വാതന്ത്ര്യം. അത് മറ്റുള്ളവർക്കും അസൗകര്യം ഉണ്ടാവരുത്. സിമ്പിൾ. ജനങ്ങളുടെ ചിന്താഗതി, ഇന്നത്തെ ജനങ്ങളുടെ ചിന്താഗതിയും അന്നത്തെ ഒരു ചിന്താഗതി 2024 ആ ഒരു കാലഘട്ടമായിട്ട് ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ടും മാറ്റം ഉണ്ടാവും. ഉദാഹരണത്തിന് ശിലായുഗത്തിൽ ആരുടെയെങ്കിലും ആൾക്കാർക്കാർക്കെങ്കിലും കാലിൽ ആണി കൊള്ളുന്ന പടിയുണ്ട് ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ സാങ്കേതികവിദ്യ അനുസരിച്ച് മാറുന്നതനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം മാറും, കാഴ്ചപ്പാട് മാറും, സ്വഭാവം മാറും, നമ്മുടെ രീതികൾ മാറും. ഉദാഹരണത്തിന് കളവ് പറയും. ഇപ്പം വർത്തമാന കാലഘട്ടത്തിൽ പുതിയ ടെക്നോളജിയാണ്. അപ്പോൾ ഈ സമയത്ത് കളവ് പറയാൻ പ്രയാസമാണ്. ഞാനിപ്പോൾ ഇപ്പോൾ ആരെങ്കിലും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നാട്ടിലില്ല, ബാംഗ്ലൂരാണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു 15 കൊല്ലം മുമ്പുള്ള സിനിമ, 20 കൊല്ലം മുമ്പുള്ള സിനിമ എടുത്ത് നോക്കിയാൽ നമുക്ക് സ്ഥിരം അങ്ങനെയുള്ള സീനുകളൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇന്ന് പറ്റത്തില്ല, കാരണം ടെക്നോളജീസ്. അല്ലെങ്കിൽ സിനിമ കാണുന്ന ആൾ തന്നെ പറയും ഇയാൾക്ക് ഇത് നോക്കിയാൽ പോരെ. അപ്പോൾ ഇന്നടത്ത് എവിടെ ഉണ്ടെന്ന് പോലും നമുക്കറിയാൻ പറ്റും, ലൊക്കേഷൻ പോലും അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ജനങ്ങളുടെ ചിന്താഗതി ഈ ഒരു ഫ്രീഡത്തിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ കുറേ സുതാര്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇതിനെ കുറിച്ചുള്ള ജനങ്ങളുടെ ചിന്താഗതി മാറ്റം വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ചിന്തയിൽ മാറ്റം വരുമല്ലോ, ബന്ധങ്ങളിൽ മാറ്റം വരും, നമ്മുടെ സെൻസിറ്റിവിറ്റിയിൽ മാറ്റങ്ങൾ വരും, നമ്മുടെ വൈകാരികതകളിൽ മാറ്റം വരും. ഉദാഹരണത്തിന് സ്ത്രീകൾ. അപ്പോൾ സ്ത്രീകൾക്ക് ഈ നമ്മുടെ ഹ്യൂമൻ റേസ് ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് അവർക്ക് വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂൾ ലഭ്യമാവുന്നത്. ഇതുവരെ ഉദാഹരണത്തിന് ഭീമാകാരങ്ങളായിട്ടുള്ള ഫാക്ടറി യന്ത്രങ്ങൾ പണ്ടൊക്കെ ഉപയോഗിച്ചതുപോലെയൊക്കെ അവിടെയൊക്കെ സ്ത്രീകളൊക്കെ മാറ്റി നിർത്തപ്പെട്ടതിൻ്റെ കാരണം ആ യന്ത്രങ്ങൾ അല്ലെങ്കിൽ ആ വളരെ കഠിനമായ ഉപകരണങ്ങൾ പ്രവർത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഡിജിറ്റൽ ടൂളിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫെമിനൈൻ ടൂൾ എന്നാണ് അതിനെ പറയേണ്ട സാധനം. കാരണം വളരെ സൈലൻ്റായിട്ട് അവരുടെ കയ്യിൽ ഒതുങ്ങി കിട്ടുന്ന ഒരു ടൂളാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നാളെ ഒരു വാർത്ത കണ്ടു, ടാങ്കർ ലോറി ഓടിക്കുന്ന ഒരു സ്ത്രീയെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ചില സന്നദ്ധ സംഘടനകളൊക്കെ ആദരിക്കുന്നൊരു ചിത്രം. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കാലഹരണപ്പെട്ടൊരു ചിന്തയാണ്. കാരണം ഇന്ത്യയിലൊരു കാർ കമ്പനി നേരത്തെ ടെസ്ലയുടെ ഇലോൺ മസ്കായിട്ടുള്ള കരാർ പാലിച്ചിരുന്നുവെങ്കിൽ 2017 മുമ്പ് തന്നെ ഇന്ത്യയിൽ ഡ്രൈവർലെസ് കാറുകൾ വരുമായിരുന്നു. അപ്പോൾ ഡ്രൈവർലെസ് കാറുകൾ ഇപ്പം തന്നെ ലോകത്തിൽ പലയിടത്തും ഓടുന്നുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ സ്ത്രീ ടാങ്കർ ലോറി ഓടിക്കുന്നത് വലിയ സംഭവം കണക്കാക്കേണ്ട കാര്യമുണ്ട്? ഇല്ല. അപ്പോൾ സ്ത്രീക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സ്ത്രീകൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നിടത്ത് നോക്കുക, ഇപ്പോൾ ഇൻഫോ പാർക്കിലേക്ക് വന്ന് നോക്കുക, അവിടെ കൂടുതൽ സ്ത്രീകളല്ലേ. അപ്പോൾ സ്ത്രീകൾക്ക് ആദ്യമായിട്ട് കിട്ടുന്ന, അതിമനോഹരമായിട്ട് കിട്ടുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ ടൂൾ എന്ന് പറയുന്ന സാധനം. അത് ആൾക്കാർ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. പണ്ട് സ്ത്രീയും ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഇത്ര ഇൻട്രാക്ഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇൻട്രാക്ഷൻ വളരെയധികം ഉണ്ട്. അപ്പോൾ അത് പഴയ ചിന്താഗതിയിൽ നിന്നുകൊണ്ട് സ്ത്രീകളെ നോക്കുകയും അതേപോലെ പഴയ ചിന്താഗതികൾ ഉള്ള സ്ത്രീകളും ഉണ്ടാവുകയും മാറുന്ന ചിന്താഗതിയിലുള്ള സ്ത്രീകളും മാറുന്ന ചിന്താഗതിയിലുള്ള ആണുങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു കുറേ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ആ കോൺഫ്ലിക്റ്റുകളൊക്കെ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളും അതിൻ്റെ സ്വാധീനങ്ങളും ഒക്കെ സൊസൈറ്റിയിലും വരും, വ്യക്തികളിലും വരും. അടുത്തത് മാധ്യമപ്രവർത്തകർ. മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞൊരു സംഗതി മാർഷൽ മെക്ലൂഹൽ എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു മീഡിയ പണ്ഡിതൻ, ശാസ്ത്രജ്ഞൻ, സാമൂഹ്യ ശാസ്ത്രജ്ഞൻ, മാധ്യമ വിദഗ്ധൻ കേട്ടാൽ മതി. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രയോഗമുണ്ട്, മീഡിയം ഇസ് ദ മെസ്സേജ്. അതായത് മീഡിയമാണ് സന്ദേശത്തെ നിശ്ചയിക്കുന്നത്.
വളരെ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു വിശ്വാസ്യത ഇല്ലാത്ത വ്യക്തിയാണ്. ഇപ്പം നമ്മളെ നാട്ടിൻപുറത്ത് തന്നെ ഇന്നാരും ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, ഓ എങ്കിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാര്യം അയാൾ പറയുന്നത് പിന്നെ ഒരു തള്ളുകക്ഷിയാണ്, പറയുന്ന കാര്യങ്ങൾ എടുക്കേണ്ടെന്നുള്ളതാണല്ലോ. പക്ഷെ ശരിയായിരിക്കും അയാൾ പക്ഷെ പറയുന്നത്, പക്ഷെ അയാൾ പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ വിശ്വാസ്യതയില്ലാത്തൊരു മാധ്യമം, ഈ പണ്ടൊക്കെ മഞ്ഞപത്രം എന്ന് പറയുന്ന ഒരു 19 പത്രം ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നു, ഈവനിങ്ങിലാണ് ഇറങ്ങുന്നത്. അത് നോക്കിയിട്ടോ ഇന്ന പത്രത്തിലാന്ന് നോക്കിയിട്ട് പൊട്ടയിടും, തമാശ ചിലപ്പോൾ വായിച്ചെന്നിരിക്കും. ഇതേ വാർത്ത ഇതേ പിന്നെ ഒന്നും വെട്ടിമാറ്റാതെ അതേ രൂപത്തിൽ തന്നെ പിറ്റേന്ന് മറ്റുള്ള മുഖ്യധാരാ പത്രങ്ങളിൽ വരികയാണെങ്കിൽ ജനം വിശ്വസിക്കുന്നു. അപ്പോൾ രണ്ടും സന്ദേശം ഒന്നാണ്, പക്ഷെ മീഡിയ മാറുന്നതനുസരിച്ചിട്ട് ഇത് മാറും. എന്ന് പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ ഓരോ വ്യക്തിയും മീഡിയമാണ്. ഓരോ വ്യക്തി ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഓരോ വ്യക്തിക്ക്, ഇന്നിപ്പം പണ്ടൊക്കെ ഒരു സംഗതി പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമൂഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മീഡിയയുടെ ഒരു മാധ്യസ്ഥ ആവശ്യമായിരുന്നു. ഇന്നിപ്പോൾ അതല്ല, നമുക്ക് എന്തെങ്കിലും ലോകത്തിനോട് പറയണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് പോയാൽ മതി. അപ്പം നമ്മളുടെ ഓരോ വ്യക്തിയും മീഡിയമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ആ എഴുത്തുകളിൽ പ്രതിഫലിക്കുക. വ്യക്തിയുടെ ഏതെങ്കിലും ചിന്തകളിൽ പെട്ടിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള എഴുത്തായിരിക്കും, അല്ലെങ്കിൽ വാക്കുകളായിരിക്കും, അല്ലെങ്കിൽ ദൃശ്യങ്ങളായിരിക്കും അയാൾ ഇടുക, അയാളുടെ താല്പര്യങ്ങളനുസരിച്ചിട്ട്. അപ്പോൾ ആ വ്യക്തി മാധ്യമമായ ഒരു പശ്ചാത്തലമാണ് വർത്തമാന കാലഘട്ടത്തിലുള്ളത്. അന്നത്തെ കാലഘട്ടത്തെ മാധ്യമ പ്രവർത്തനമാണോ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടം കുറച്ചും കൂടി സുതാര്യമായത് അല്ലെങ്കിൽ സത്യസന്ധമായതെന്ന് തോന്നാറുണ്ടോ? ഇന്നിപ്പോഴത്തെ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ്. കാര്യം ഒരു പുതിയ സംഗതി വന്ന് എസ്റ്റാബ്ലിഷ്ഡായി അതൊരു ഓർഡറിലേക്ക് വരണമെങ്കിൽ ടൈം എടുക്കും. അപ്പോൾ ഒരു പഴയ സ്ട്രക്ചർ പൊളിഞ്ഞു പോകാതെ അല്ലെങ്കിൽ പൊളിച്ചു കളയാതെ പുതിയത് സൃഷ്ടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പഴയത് മാറി പുതിയത് വരുന്നതിൻ്റെ ഒരു ട്രാൻസിഷൻ, ഒരു മാറ്റത്തിൻ്റെ ഘട്ടമാണ്. അപ്പോൾ ഈ മാറ്റത്തിൻ്റെ ഘട്ടത്തിൽ ഒരുപാട് പൊടിപടലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിനകത്ത് നിന്ന് ഇവോൾവ് ചെയ്ത് വരും. അടുത്തത് പ്രകൃതി. അന്നത്തെ പ്രകൃതി അതേപോലെ ഇന്നത്തെ ഒരു പ്രകൃതിയുടെ അവസ്ഥ പറയേണ്ട ഒരു വലിയൊരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നുള്ളത്. ഞാൻ തുടക്കത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം എന്ന് പറയാതിരുന്നത് പോലും ബോധപൂർവമാണ്. കാരണം നമ്മളിപ്പോൾ ആഘോഷിക്കുന്ന ഒരു നിമിഷത്തിലൂടെയല്ല കടന്നു പോകുന്നുള്ളത്. അപ്പം പ്രകൃതി എന്ന് പറയുമ്പോൾ ഇപ്പം പിന്നെ കൃഷ്ണ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഈ സ്വാതന്ത്ര്യം, ആഘോഷം എന്നുള്ള സാധനം പോലും നമ്മളുടെ മനസ്സിലുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ കൺസെപ്റ്റ് നമ്മളെ നിയന്ത്രിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ആഘോഷം എന്തോ ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം ദിനാഘോഷം എന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പോട്ട് പോയേ പറ്റൂ. മുമ്പോട്ട് സമൂഹത്തിനെയും വ്യക്തിയെയും ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് എല്ലാ ആഘോഷങ്ങളും. ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഈ ടെലിവിഷനിലോ അല്ലെങ്കിൽ മറ്റിടത്ത് കാണുന്ന ലക്കുകെട്ട സംഗതിയല്ല ആഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സന്ദർഭവും ഓരോ സന്ദേശത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. ആ സന്ദേശം ഓരോ വ്യക്തിക്കും സമൂഹത്തിനും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ സ്വാതന്ത്ര്യം ദിനം നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം മൊത്തത്തിലെടുക്കുന്നു. അതേ സമയത്ത് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തു. അപ്പോൾ എന്താണ് സ്വാതന്ത്ര്യം? ഇപ്പോൾ ഗാന്ധിജി ദേശീയ സമരത്തിനകത്ത് വിന്യസിച്ച സ്വാതന്ത്ര്യം, വ്യക്തികളെ എങ്ങനെ ആ അവസരം ഉപയോഗിച്ച് വ്യക്തികളിൽ പരിണാമത്തിനും പരിവർത്തനത്തിനും സാധ്യമാക്കി, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളിലേക്ക് നമ്മൾ ആ ഒരു തിരിച്ചറിവിലേക്ക് ഉയരുന്ന ആ ഒരവസ്ഥയെ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിനുള്ളതാണ് ഈ ആഘോഷം എന്ന് പറയുന്നത്. അല്ല, നമ്മൾ പെട്ടെന്ന് ആഘോഷം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ട്രാഫിക് പോലീസ് റോഡിൽ ചില എഴുത്തുകൾ വയ്ക്കാറുണ്ട്. എന്താണ് ഒരെണ്ണം വളരെ രസകരമാണ്, ആഘോഷം പാടില്ല എന്നുള്ളൊരർത്ഥത്തിലൊരു സാധനം വയ്ക്കുന്നത്. ശരിക്കും ആഘോഷപൂർവ്വം വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒരു അപകടം ഉണ്ടാകത്തില്ല. കാര്യം വളരെ ശ്രദ്ധയോടുകൂടി ആസ്വദിച്ച് ഒരറിവിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അത് ആഘോഷമായി. അതിനെയാണ് ആഘോഷം എന്ന് പറയുന്ന സംഗതി. പക്ഷെ നമ്മൾ ആ ഒരു അർത്ഥത്തിനകത്തുനിന്ന് നമ്മൾ അതിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്താൽ മാത്രമേ എനിക്ക് സുഖം കിട്ടുകയുള്ളൂ, എനിക്ക് വരുമാനം ഉണ്ടാവുകയുള്ളൂ. ഈ മല കയറി വെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഏതെങ്കിലും ഒരു പള്ളിയോ എന്തെങ്കിലും സ്ഥാപിക്കാം, ഇവിടെ നമുക്ക് കുറേ സാധനങ്ങൾ വെട്ടിപ്പിടിക്കാം, മൃഗങ്ങളെ കൊല്ലാം, എസ്റ്റേറ്റിനിടാം, പിന്നെ നമുക്ക് ബലം കൂട്ടാം എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയുടെ അകത്ത് പെട്ടുകിടക്കുന്ന ആ സ്വാതന്ത്ര്യമില്ലായ്മയിൽ നിന്നുണ്ടായ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. അതുതന്നെയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പറഞ്ഞത്. 4-5 കൊല്ലത്തിനകം കേരളത്തിൽ ഈ ദുരന്തങ്ങൾ ആരംഭിക്കുന്നുള്ള സാധനം അദ്ദേഹം മനസ്സിലാക്കിയത്. അപ്പോൾ പ്രകൃതി എന്നുള്ളൊരു സംഗതിയെ, പ്രകൃതിയെ നമുക്ക് ഈ രീതിയിൽ ഉപദ്രവിച്ച് അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കൈയടക്കിയാൽ മാത്രമേ നമുക്ക് സുഖം കിട്ടുകയുള്ളൂ
സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ, സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ, അതോടൊപ്പം നമുക്ക് ഭൗതിക സുഖം കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത, ആ ചിന്തയാണ് ഈ പ്രശ്നങ്ങളെ ഉണ്ടാക്കിയത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ചിന്തയിൽ അകപ്പെട്ടു പോകുന്നതാണ്. അതിനകത്തുനിന്ന് പുറത്തു വരുമ്പോഴാണ് പ്രകൃതി രക്ഷപ്പെടുന്നത്. അപ്പോഴാണ് പ്രകൃതിയെ എങ്ങനെ നമ്മൾ വിനിയോഗിക്കണം, ശ്രദ്ധയോടെ ഉപയോഗിക്കണം. പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടതല്ല ശരിക്കും പറഞ്ഞാൽ, പ്രകൃതിയെ വിനിയോഗിക്കേണ്ടതാണ്. പ്രകൃതിയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. നമ്മുടെ പ്രയോഗം പോലും എന്തൊരു മോശമാണെന്ന് നോക്കും. നമുക്കെങ്ങനെ നമ്മളെക്കാൾ ഇപ്പം നമുക്കൊരു കുട്ടിയെ ഇപ്പോൾ അവിടെ ഒരുപാട് ദുരിതം ബാധിക്കപ്പെട്ട ആൾക്കാർ വയനാട്ടിലുണ്ട്. അപ്പോൾ അവരെ കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അവരെ സംരക്ഷിക്കണ്ടേ, അല്ലേ? അപ്പോൾ അവരെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവരെക്കാൾ പിന്നെ എല്ലാ രീതിയിലും ശക്തിയുള്ളവർക്കെല്ലാം അവരെ സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ, അല്ലേ? ഇപ്പോൾ ഒരാൾക്ക് നിർധനനായ ഒരു വ്യക്തിയെ അയാളുടെ സംരക്ഷണം ഏറ്റെടുക്കണം. വേറൊരു നിർധനൻ എടുക്കാൻ പറ്റുമോ? അത്യാവശ്യം കയ്യിൽ കാശോ അല്ലെങ്കിൽ സൗകര്യമുള്ളവർക്കെല്ലാം സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ആരോഗ്യം വേണം. എന്ന് പറഞ്ഞതുപോലെ പ്രകൃതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പ്രകൃതി നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അറിവിൽ ആ പ്രകൃതിയെ നശിപ്പിക്കാത്തത് എൻ്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് ആവശ്യമായ ഘടകമാണ് എന്ന ചിന്തയാണ് വേണ്ടത്. മറിച്ച് നമ്മൾ പ്രകൃതി സംരക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ സ്ഥലത്ത് ചില ആൾക്കാർ തന്നെ മരത്തിൻ്റെ സംരക്ഷണമായി മാറ്റും, ചില ആൾക്കാർ മറ്റ് വലുതാക്കി മാറ്റും. അങ്ങനെ കൊണ്ടുവരുന്ന ആശയക്കുഴപ്പമുണ്ടായി. ഈ ആശയക്കുഴപ്പമുണ്ടായതാണ് ഒരു പക്ഷെങ്കിൽ ആ ഒരു ആശയക്കുഴപ്പം തന്നെയാണ് കേരളത്തിൽ ഇത്രയും പ്രകൃതി നാശത്തിലേക്ക് നയിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം. അടുത്തത് പൊളിറ്റീഷ്യൻസ്. അന്നത്തെ പൊളിറ്റീഷ്യൻസും ഇന്നത്തെ പൊളിറ്റീഷ്യൻസും അല്ലെങ്കിൽ പൊളിറ്റിക്സ് സ്വാഭാവികമായിട്ടും അതിന് മാറ്റം ഉണ്ടാകും. കാരണം 50-കൾ 60-കൾ 70-കൾ വരെയൊക്കെയുള്ള പൊളിറ്റീഷ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഒരു തുടർച്ചയുടെ ഭാഗമായിരുന്നു. അവരൊക്കെ ഈ പറഞ്ഞതുപോലെ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ സമരത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് സമൂഹത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള ചിന്തയായിരുന്നു അവരെ നയിച്ചിരുന്ന സാധനം. അവിടെ നിന്ന് മാറി ഇതിനകത്ത് നിന്ന് എനിക്കെങ്ങനെ മെച്ചപ്പെടാമെന്നുള്ള ചിന്തയിലേക്ക് മാറുകയും അങ്ങനെ ആ ഒരു രാഷ്ട്രീയം ശക്തിപ്പെടുകയും സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകരും അങ്ങനെയാണ് കണ്ടു തുടങ്ങി. ഒരിക്കൽ ഒരു പ്രധാനപ്പെട്ട ഒരു ലേഖകൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവ നേതാവിന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പം വളരെ രോഷത്തോടൊരു ലേഖനം എഴുതി. ആ ലേഖനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ഉയർന്നു വരേണ്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഭാവിയാണ് ഇതിലൂടെ നശിച്ചതെന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ ആ കേരളത്തിൽ അറിയപ്പെടുന്ന ആ ലേഖകൻ്റെ കാഴ്ചപ്പാട് നോക്കുക. ആ വ്യക്തിയുടെ നേട്ടവുമായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനോടെ കണ്ടത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊരു സിസ്റ്റമായിട്ട് വന്നു. അപ്പോൾ ഒരു മടിയില്ലാതെ ഇപ്പോൾ നമുക്ക് ആൾക്കാർക്ക് എനിക്ക് ഇന്ന പോസ്റ്റ് കിട്ടിയില്ല, ഞാൻ ഇത്രയും വർഷം വർക്ക് ചെയ്ത് എനിക്ക് ഒന്ന് സ്ഥാനത്ത് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് പ്രസ്ഥാനം ഇറക്കുകയും പാർട്ടി വിട്ടുപോവുകയും പാർട്ടി മാറുകയും പിന്നെ കൂറ് മാറുകയും മുന്നണി മാറുകയൊക്കെ ചെയ്യുന്നതിന് യാതൊരു മടിയില്ലാത്തൊരവസ്ഥ വന്നു. ലജ്ജ എന്നുള്ള സാധനം പോലും പോയി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി അപ്പം വാർത്തകൾ, അന്നത്തെ വാർത്തകൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അപ്പം അമ്മയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ഇങ്ങനത്തെ കുറേ വാർത്തകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ കുറേ കാര്യങ്ങൾ അറിയാമെന്നൊക്കെ. പക്ഷെ ഇന്നത്തെ വാർത്തകൾ കുറേയൊക്കെ എന്തൊക്കെയോ ഉരുക്കി ചേർത്ത പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. സോ വാർത്തകൾ എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തെ വാർത്തയെക്കുറിച്ചുള്ള ഒരു ധാരണയാണ് ഇപ്പോഴും മാധ്യമ ലോകത്തെ നയിക്കുന്നത്. ആ വാർത്തയുടെ കാലം കഴിഞ്ഞു. ഇന്ന് ടെക്നോളജി ഈ പറഞ്ഞ പോലെ കാൽപ്പനികമായതുപോലെ ഇന്നിപ്പോൾ തന്നെ കുറേ നമ്മളുടെ സംഭാഷണത്തിനിടയിൽ കൃഷ്ണ തന്നെ പറയുകയുണ്ടായി യുവതലമുറയുടെ പ്രശ്നങ്ങൾ, മറ്റൊരുപാട് പ്രശ്നങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഇന്ന് ക്യാമറയ്ക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലയിലാണ് ഈവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എത്താൻ പറ്റും. പക്ഷേ അതിന് പോലും എത്താൻ പറ്റാത്ത തലത്തിലാണ് വാർത്തകൾ കിടക്കുന്നത്. അത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിർമ്മിത ബുദ്ധിയേക്കാൾ സൂക്ഷ്മമായ ബുദ്ധിയും അതല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയെ വിദഗ്ധമായി ഉപയോഗിക്കാനുള്ള ശേഷിയും നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ഹൃദയത്തിൻ്റെ പശ്ചാത്തലവും ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ ലോകത്ത് വാർത്തയെ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പം ഈ സംഭവങ്ങളെല്ലാം ഡേറ്റയായി അതാത് സമയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും നമുക്ക് രഹസ്യമായിട്ടില്ല, ട്രാൻസ്പെറൻറ്റ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ഒരു 12-നും 15-നും ഇടയ്ക്ക് വയസ്സുള്ള കുട്ടികളിലെ ഓരോ കുട്ടിയും ഓരോ പ്രദേശത്തെ കുട്ടിയും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരിലുണ്ടാവുന്ന മാറ്റങ്ങൾ, അവരിലുണ്ടാവുന്ന സ്വാധീനങ്ങൾ, അവരിൽ നേരിടുന്ന ക്രൈസിസ്, ചലഞ്ചസ്, അതിനുള്ള റീസൺസ്, ഇതൊക്കെ നമ്മൾ വെറുതെ നോക്കിക്കഴിച്ചാൽ പല ധാരണകളിൽ എത്താൻ പറ്റും.
പക്ഷേ അവിടെയൊക്കെ നമ്മൾ അത്തരം സെഗ്മെൻറ്റ്സിലേക്ക് നമ്മൾ ശ്രദ്ധയൂന്നി പഠിക്കുമ്പോഴാണ് നമുക്കിപ്പോൾ വാർത്തകൾ കണ്ടെത്താൻ കഴിയുക. അവിടെ നിന്നാണ് ഇപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ വാർത്ത കണ്ടെത്തേണ്ട സാധനം. അടുത്തത് സാധാരണ ഈ ഒരു ചോദ്യം സ്ത്രീകളിൽ നിന്നാണ് ചോദിക്കാറ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ അന്ന് ഇന്ന്, അത് ഓൾറെഡി സാർ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഞാൻ അന്നത്തെ പുരുഷന്മാരും ഇന്നത്തെ പുരുഷന്മാരും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ പുരുഷന്മാരെ കുറിച്ചിട്ട് സാറിന് അന്നത്തെയും ഇന്നത്തെയും ആലോചിക്കുമ്പോൾ? പുരുഷന്മാർ അന്ന് ഇന്നൊക്കെ എല്ലാം സ്ത്രീയും പുരുഷനൊക്കെ എല്ലാം ഒരുപോലെ ഉണ്ടാകാൻ വഴിയുള്ളൂ. ഇനിയും അങ്ങനെയൊക്കെ സാധ്യതയുള്ളൂ. ഇപ്പം ഓഫ് കോഴ്സ് ഇപ്പം LGBT ഉള്ള വിഭാഗമുള്ള ആൾക്കാരും ഉണ്ട്. അവിടെയൊക്കെയാണ് ചില വാക്കുകളുടെ പ്രയോഗം വേണ്ടി വരുന്നത്. ഇപ്പോൾ ആണായതുകൊണ്ട് ഒരാളെ പുരുഷനെന്ന് പറയാൻ പറ്റത്തില്ല. അതിപ്പം ജന്തുക്കളിൽ ഈ പറഞ്ഞ അടയാളപ്പെടുത്താനുള്ള ഒരു ലിംഗവ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരാണ് എങ്ങനെ പുരുഷനായി മാറുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അതൊരു വലിയ ചോദ്യമാണ്. വളരെ വിശാലമായി ചർച്ചയല്ല കണ്ടെത്തേണ്ട ഒരു ചോദ്യമാണ്. പക്ഷേ എങ്കിൽ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഗുണങ്ങൾ, സ്ത്രീയുടെ ചലനങ്ങളോ അല്ലെങ്കിൽ രീതികളോ അല്ല, സ്ത്രീയുടെ ഗുണങ്ങൾ എപ്പോഴാണോ ഒരു ആണ് അയാളിലേക്ക് സന്നിവേശിപ്പിച്ച് അയാളുടെ ഭാഗമാക്കി മാറ്റുന്നത്, അപ്പോഴാണ് ഒരാൾ പുരുഷനായി മാറുന്നത്. മനസ്സിലായില്ലേ? നല്ല പണിയുള്ള വിഷയമാണ് സാർ. ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഉദാഹരണം 1-2 പുരുഷന്മാരുടെ മുഖം ഞാൻ വേണേൽ ഓർമ്മയിൽപ്പെടുത്താം. ഒന്ന് ബുദ്ധൻ, മൂപ്പരുടെ മുഖം നോക്കുക, നല്ലൊരു സുന്ദരിയുടെ മുഖമില്ല അതിനകത്ത്. ഗാന്ധിജി, അതുപോലെ തന്നെ ഇപ്പം കൃഷ്ണൻ. അപ്പോൾ അതൊക്കെ ഒരു രൂപം, അതൊക്കെ സിംബോളിക് റെപ്രസെൻറ്റേഷൻസാണ് ഇതൊക്കെ. അല്ല നമ്മളിപ്പം വേറെ അതൊക്കെ പോയാൽ നമ്മൾ കാട് കയറി പോകും, അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല സാർ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണണ്ടേ. ഇപ്പോൾ ബുദ്ധൻ എടുത്ത് നോക്കുക, ഇത്ര മനോഹരമായിരിക്കുന്നു. അദ്ദേഹം പുരുഷനാണോ? അല്ലേ? പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് മറ്റേ ചില നമ്മളെ മലയാള സിനിമകളിലെ മീശയൊക്കെ ചുരുട്ടി കൈയൊക്കെ അടിച്ച് ഇങ്ങനെ ജീപ്പൊക്കെ എടുത്തെറിഞ്ഞ് ഗുസ്തിയൊക്കെ കാണിക്കുന്ന, അപ്പോൾ ആ ഒരു കഥാപാത്രം നരസിംഹത്തിലെ മോഹൻലാലിനെ പോലുള്ള കക്ഷികളെയൊക്കെ പറയാം. അത് പുരുഷനല്ല സാധനം. അത് ഭീരുത്വത്തിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രകടനമാണ് സാധനം. ഭീരുത്വത്തിൻ്റെ വേറൊരു പ്രകടനമാണ് സാധനം. ഇതാണ് ഈ പുരുഷനും ആണും തമ്മിലുള്ള വ്യത്യാസം. ഇതെക്കാലത്തും ഉണ്ടാവും. അപ്പം മുമ്പിലുള്ള വെല്ലുവിളിയാണ് ഒരാണിന് എങ്ങനെ പുരുഷനാകാമെന്നുള്ള ഓരോ ആണുങ്ങളുടെയും മുമ്പിലുള്ള വെല്ലുവിളിയാണ്. കുറച്ചുകൂടി ആധികാരികമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അതെ, അതുകൊണ്ട് അവിടെ കാരണം ഒരു മീഡിയകളും അധികം സംസാരിക്കാത്തൊരു വിഷയം കൂടിയാണ് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഇന്ത്യയിലെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ ഈ ഭാരതീയ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ആണും പെണ്ണും സ്ത്രീയാണ്. ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കും സമയത്ത് ഞാൻ അമ്മയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ആണോ അല്ലയോ? അല്ലേ? അതല്ലാതെ ആരുമില്ലല്ലോ. അപ്പോൾ അമ്മയുടെ ശരീരത്തിൻ്റെ ഭാഗം ആ ഭാഗം തന്നെയല്ലേ എൻ്റെത്? എൻ്റെ ശരീരം അത് തന്നെയല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെ സ്ത്രീ അല്ലാതാവുന്നത്? അപ്പോൾ പുരുഷനും സ്ത്രീയും എന്ന് പറയുന്നത് ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്, ഗുണത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. ഗുണത്തിന് ലിംഗമുണ്ടോ? മധുരത്തിന് ലിംഗമുണ്ടോ? ഇല്ലല്ലോ. അത് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റത്തുള്ളൂ, പറയാനും പറ്റത്തില്ല. ഇപ്പോൾ ഈ LGBTQ അതേപോലെ ആൺ പെൺ എല്ലാം മനുഷ്യർ എന്നുള്ളൊരു, അവർ മനുഷ്യരെന്ന് മാത്രമല്ല സകല ജീവികളെയും നമ്മളങ്ങനെ കാണണ്ടേ. അവിടെ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ നീതിബോധം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ്, ജീവനുള്ള വസ്തുക്കളെയൊക്കെ നമ്മൾ ആ ജീവൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് കണ്ടു നോക്കൂ പോലും. അവിടെ പിന്നെ വിഷയം വരുന്നില്ല. പൂർണ്ണമായിട്ടുള്ള ഒരു ഫ്രീഡം അപ്പോഴാണ്, അവിടെയാണ് ഫ്രീഡം വരുന്നത്. ഓക്കെ. എനിവേ ഈ ഒരു സെക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഭയങ്കര വളരെ ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സിംപ്ലിഫൈ ചെയ്ത് തന്നു. അപ്പം സാറിൻ്റെ കുറച്ച് എഴുതിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയ കുറച്ച് വാക്കുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. റൂട്ട്സ് ഓഫ് ദ വേർഡ്സ് എന്നാണ് നമ്മുടെ ഈ ഒരു സെഗ്മെന്റിന്റെ പേര്. അപ്പം പല കാര്യങ്ങളും എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ സാറിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ? തീർച്ചയായിട്ടും എനിക്ക് അറിയാവുന്ന ഞാൻ പറയാം. അറിയാൻ വയ്യാത്തതാണെങ്കിൽ അറിയാൻ വയ്യല്ല. സാറ് തന്നെ എഴുതിയിട്ടുള്ളതാണ് കേട്ടോ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ പല യുവതലമുറയിലുള്ള ഒരുപാട് ആളുകളും, അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യന്മാരും ചിന്തിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, തൻ്റെ കൈവശമുള്ള ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി എങ്ങനെ എവിടെ നിക്ഷേപിക്കണമെന്നുള്ളത് ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിലേക്ക് ശരാശരി വ്യക്തി മാറണമെങ്കിൽ അതിനനുസൃതമായ സാമൂഹ്യ അന്തരീക്ഷം അനിവാര്യമാണ്.
അപ്പം ആ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇന്ന് ഇവിടെ ഇല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം എന്നോട് ഇപ്പോൾ പറയാറുണ്ട്, ഇത് അവിടെ ഇടരുതെന്ന് പറയാറുണ്ട്. ഞാൻ എവിടെ ഇടും? എനിക്ക് അവിടെ പോവാൻ ഇടാനായിട്ടുള്ള ഒരു പ്ലേസ് ഇല്ല. സോ അത് ഇന്നത്തെ ഒരു പൊളിറ്റിക്സിനെതിരെ എഴുതിയതാണോ, അല്ലെങ്കിൽ ഇപ്പം ആളുകൾ പറയാറുണ്ട് ജനങ്ങളുടെ പ്രശ്നമാണത്, അല്ലെങ്കിൽ ഈ ഒരു മാലിന്യ കൂമ്പാരം വേണം ജനങ്ങളുടെ പ്രശ്നമാണെന്ന് പറയാറുണ്ട്. സോ എന്താണ് അതിനകത്ത് മൊത്തത്തിൽ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം തന്നെയാണ് അത്. നമ്മുടെ തന്നെയല്ലേ ഭരണകൂടം എന്ന് പറയുന്നത്. നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ തന്നെ പ്രതിനിധികളാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ വേറിട്ട് കണ്ടിട്ട് കാര്യമില്ല. ഉദാഹരണത്തിന് നമ്മളുടെ നഗരങ്ങളിലേക്ക് പോകുന്നു, എവിടെ നോക്കിയാലും നോ പാർക്കിംഗ് ആണ് കാണുന്നത്. മറിച്ച് ഇന്നടത്ത് പാർക്ക് ചെയ്യാം എന്ന് എഴുതി വെച്ച് നോക്കുമല്ലോ. ഇവിടെ ചപ്പ് ചവറിടരുത്, മറിച്ച് ഇന്നടത്ത് ചവറിടാമെന്ന് എഴുതി വെച്ച് നോക്കുമല്ലോ. അവിടെ ചെറിയ സംവിധാനം ഉണ്ടാക്കി വെച്ച് നോക്കുമല്ലോ. വളരെ ഈസി അല്ലേ? ഇതിനൊന്നും തലകുലിഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇത് ആവർത്തിച്ച് ഇത് നമ്മളിത് ഇന്നടത്ത് ഇടാം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു വ്യക്തി, ചെറിയ നാളിൽ ഒരു വ്യക്തി അടുപ്പിച്ചിട്ട് അയാൾക്ക് ബോധം വരുന്നതിന് മുമ്പ് തന്നെ ഒരു സ്ത്രീയെ അമ്മ 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 എന്ന് വിളിക്കുന്നത്. അവരുടെ അമ്മയാണോന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ആ കുട്ടിയും ആ സ്ത്രീയും തമ്മിലുള്ള അമ്മയുമാരും തമ്മിലുള്ള ബന്ധമായി മാറുന്നില്ലേ, അറിയാതെ വരുന്നില്ലേ. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കുറേ നാൾ തന്നെ ഈ അറിയാതെ ഇന്നടത്ത് വേസ്റ്റ് ഇടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇടാൻ പാടില്ല എന്നുള്ള ആ ഒരു ബോധത്തിലേക്ക് ഓരോ മനുഷ്യനും മാറും. ഇതാണ് കമ്മ്യൂണിക്കേഷനിലുണ്ട അതിൻ്റെ ഒരു സാധ്യതയോ അതാണ്. അപ്പൊ നമ്മുടെ സംവിധാനം അങ്ങനെ മാറണം എന്നല്ലേ സാർ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ. ഇപ്പോൾ ഒരു ഭരണകൂടം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ അവർ നിശ്ചയിച്ചാൽ മതി ഇന്നടത്ത്, അതല്ലേ ജനങ്ങൾക്കുള്ള സഹായം എന്ന് പറയുന്നത്. ഇന്നടത്ത് പാർക്ക് ചെയ്യാം, അല്ലെ ഇന്നടത്ത് പേ ആൻഡ് പാർക്കുണ്ട്, ഇന്നടത്ത് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം. വാഹനങ്ങൾ ഇത്രയധികം വരുന്നത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റല്ലേ അനുമതി കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതനുസരിച്ചിട്ടുള്ള റോഡ് പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം ഒരുക്കുക എന്നുള്ളത് വേണ്ടിയല്ലേ നമുക്ക് ഭരണകൂടങ്ങളെന്നത്. ഗവൺമെൻറ് എന്ന് പറയുന്ന സാധനം അതല്ലേ, ഗവൺ ചെയ്യാനല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒന്ന് എഴുതി വെച്ച് നോക്കുക. വളരെ സിമ്പിളല്ലേ. ഒരു നഗരസഭ വിചാരിച്ചാൽ മതി ഇന്നടത്തൊക്കെ ഇടാം, ഇന്നടത്ത് ഇന്നത് ചെയ്യാം എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ കുറച്ച് കഴിയുമ്പോൾ ആറ്റിറ്റ്യൂഡ് മാറും. ജനങ്ങൾ കുറച്ചും കൂടി ഈസി ഈസിയാവും ആവും. കാര്യങ്ങൾ കൈകാര്യം. നമ്മുടെ ടെക്നോളജി നോക്കൂ, ഈസി അല്ലേ ടെക്നോളജി. അതനുസരിച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷനിലും നമ്മുടെ സംസ്കാരത്തിലും ഒക്കെ എല്ലാം ഈസി ആയിട്ട് ചെയ്യണം. ടെക്നോളജിക്ക് അനുസൃതമായിട്ടുള്ള ഒരു നിയമ സംവിധാനം. തീർച്ചയായിട്ടും മനുഷ്യനല്ല ഈ എല്ലാവരും കഠിന പ്രയത്നം ചെയ്യണമെന്ന് പറയും. അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ കാലം കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ രസകരമായിട്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യുകയാണോ? അല്ല, ഈസി ആയിട്ട് ചെയ്യുന്ന അതിനാണ് ഈസി എന്ന് പറയുന്ന സാധനം. ടെക്നോളജി നമ്മളുടെ അലസതയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട സാധനമല്ല. പലപ്പോഴും നമുക്കുണ്ടായ പ്രശ്നം അതാണ്, ടെക്നോളജി അലസതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അപകടം ഉണ്ടാവും. അടുത്തൊരു ചോദ്യം, മതം എന്തെന്നറിയാത്ത പുരോഹിതന്മാർ, രാഷ്ട്രീയം അറിയാത്ത നേതാക്കൾ, ഇവരും ഇവരുടെ കൂട്ടുകെട്ടുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി. അത് സൃഷ്ടിച്ച ദുരന്തത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വയനാട്ടിലേത്. ഇത് എഴുതാനുണ്ടായിട്ടുള്ളൊരു, നമ്മളിപ്പം വയനാട്ടിലത്തെ ദുരന്തം ഒരുപാട് പേര് പല രീതിയിലാണ് കണ്ടത്. പക്ഷെ സാറിൻ്റെ എഴുത്തിൽ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത്, ഇനി ഉണ്ടാവരുത് എന്നുള്ളൊരു എഴുത്താണ് എനിക്ക് വായിക്കാൻ കഴിഞ്ഞത്. സോ അത് എഴുതാനുള്ള ഒരു കാര്യം, അത് നമ്മൾ ഈ അഴിമതി എന്നുള്ള സാധനം തന്നെ നമ്മൾ വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു ഓഫീസിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഈ കൈക്കൂലി വാങ്ങിക്കുന്നതായിട്ടാണ്. അത് ആദ്യം മാറ്റണം. ശരിയല്ലാത്ത നീതി അവിടെയാണ് നീതിബോധം വേണമെന്ന്. അവിടെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ പ്രയോഗിക്കേണ്ടത്. അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബുക്കാക്കി എടുത്ത് വെച്ചിട്ട് അതിനെ തൊഴുതിട്ടോ അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ചിട്ടോ യാതൊരു കാര്യമില്ല. അവിടെ നമ്മളൊരു ഓരോ സിറ്റുവേഷനിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം മതം എന്ന് പറയുന്നത്, നമ്മളുടെ ഇവിടുത്തെ ഈ മത അധ്യക്ഷന്മാർക്കാർക്ക് മതം എന്താണെന്നുള്ള അറിയില്ല. അവർക്ക് അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുകയാണ് നോക്കുന്നത്. എല്ലാ മതങ്ങളും അത് തന്നെയാണ്. അപ്പോൾ ആ താല്പര്യങ്ങളെ സംരക്ഷിക്കുക, അവർക്ക് അണികളെ സൃഷ്ടിക്കുക, അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതോടുകൂടി അവരുടെ പ്രസ്ഥാനങ്ങളെ വളർത്തിക്കൊണ്ടു. ഇതാണ് മതത്തിൻ്റെ ഒരു പൊതു പ്രവർത്തന രീതി എന്ന് പറയുന്നത്. ഇത് തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെയാണ് രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചില കമ്മ്യൂണിറ്റീസിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചിലർക്ക് നമ്മൾ സീറ്റ് കൊടുക്കുന്നു, ചിലർക്ക് ചില സ്ഥാനങ്ങൾ കൊടുക്കുന്നു. ഇതുകൊണ്ട് കമ്മ്യൂണിറ്റിക്ക് എന്താ ഗുണം? കമ്മ്യൂണിറ്റിക്ക് ദോഷമുണ്ടാകത്തുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അപ്പോൾ നമുക്ക് പറയാം അത് അവരുടെ പ്രാതിനിധ്യമാണ്, ഇത്ര ശതമാനം ആൾക്കാരുണ്ട്, അതുകൊണ്ട് അവരിൽ ഒരാളെ അവിടെയൊക്കെ സഫർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നീതിയോടുള്ളൊരു സമീപനം അവിടെ നഷ്ടപ്പെടുക ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മതവും മത അധ്യക്ഷന്മാരും രാഷ്ട്രീയ നേതാക്കളും തമ്മിലുള്ളൊരു ഭയങ്കര കൂട്ടുകെട്ട്. ഉദാഹരണത്തിന് ഗാഡ്ഗിൽ റിപ്പോർട്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട്, അതല്ലെങ്കിൽ 2 വർഷമായിട്ട് നമ്മുടെ വന്യമൃഗങ്ങൾ, നമുക്ക് ഈ മലയോര പ്രദേശത്ത് താമസിക്കുന്നവരോടും മലയാളികളോടും കൃത്യമായിട്ട് സ്നേഹപൂർവ്വം പറയാം, നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകും, അപകടം വരുന്നു. അരിക്കൊമ്പൻ അല്ലേ, പിന്നെ അങ്ങനെയുള്ള ഓരോരോ പുലികളും
കടുവകളും പന്നികളും ഒക്കെ ഇറങ്ങി പറയും നിങ്ങൾ ഇവിടുന്ന് പൊക്കളൂ, അപകടം വരുന്നുണ്ട്. നമുക്കത് വായിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ വയനാട് ദുരന്തത്തിൽ എത്ര വന്യമൃഗങ്ങളും ചത്തു. ചാലിയാർ പുഴയിൽ നമ്മൾ അവിടെയൊക്കെയാണ് നമ്മൾ ഈ അവിടെ പോയിട്ട് നമ്മൾ നിലവിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതൊക്കെ കാണാതെ പോകും. അവിടെ കാണണമെന്നുണ്ടെങ്കിൽ ചാലിയാർ പുഴയിൽ ഒഴുകി വന്നത് മനുഷ്യൻ്റെ ശവശരീരവും അതേപോലെ തന്നെ അവയവങ്ങളുമാണ്. ഒരു മൃഗങ്ങൾ അപൂർവം വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയാം, ഞാൻ കണ്ടില്ല. എന്നാലും ദൃശ്യങ്ങളിലൊന്നും ഞാൻ കണ്ടില്ല, കുറവാണ്. കുറവാണ്. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ മൃഗങ്ങൾ മാത്രമേ വളരെ അപൂർവമായിട്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ മൃഗങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തെ നമ്മൾ സ്റ്റഡി ചെയ്തു ഇല്ല. ഗാഡ്ഗിൽ റിപ്പോർട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തത്? ഇവിടുത്തെ മതാധ്യക്ഷന്മാർ ബഹളം ഉണ്ടാക്കും. പി ടി തോമസ് ഈ ഗാഡ്ഗിൽ തന്നെ പറയുന്നുണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളൊന്ന് വായിച്ച് പഠിക്കുക. അതിന് നമ്മൾ കേരളം തയ്യാറായിട്ടില്ലല്ലോ. അതിനൊരു ചെറിയ ശ്രമം നടത്തിയ പി ടി തോമസിന് ഇടുക്കിയിൽ ആ മീറ്റിംഗ് തല്ലി തകർക്കുകയും പിന്നീട് ഈ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ശവപ്പെട്ടിയും വരച്ചുകൊണ്ട് ശവഘോഷയാത്ര നടത്തി യാത്ര നടത്തിയൊക്കെ ചെയ്തു. അപ്പോൾ അതിന് പോലും നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥയാണ് കേരളത്തിൽ. അത് എന്തുകൊണ്ടാണ്? ഈ കൂട്ടുകെട്ടാണ്. അവരുടെ വൃത്തികേടിനെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വെറുതെ നോക്കി നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ മതത്തിൻ്റെ എല്ലാ വൃത്തികേടുകളും വളരാനുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം രാഷ്ട്രീയക്കാർ ഒരുക്കി കൊടുക്കുന്നു. ബോധപൂർവമാണെന്ന് സാറിന് തോന്നാറുണ്ടോ? രാഷ്ട്രീയക്കാർ ഇത് ചെയ്യുന്നത് ബോധപൂർവമാണ്. അവർക്ക് അവരുടെ നിലനിൽപ്പല്ലേ പ്രശ്നമുള്ളൂ. ഇന്നടത്ത് ഇന്ന പള്ളിയെ നമ്മൾ അല്ലെങ്കിൽ ഇന്ന വിഭാഗത്തിനെ ഞാൻ എതിർപ്പാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പി ടി തോമസിന് അല്പം വ്യത്യസ്തനായതുകൊണ്ട് അയാൾക്ക് സീറ്റ് കിട്ടില്ല, അയാളുടെ വോട്ട് പോകും എന്നറിഞ്ഞിട്ട് പോലും അദ്ദേഹം ആ ഒരു ശ്രമം നടത്തി. അദ്ദേഹത്തിന് പിന്നെ സീറ്റ് കൊടുത്തില്ലല്ലോ കോൺഗ്രസ് പാർട്ടി. ഒരു പാർട്ടി ഇതിനകത്ത് വ്യത്യാസമില്ല. അപ്പോൾ ഇതാണ് ഇവിടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഇതിനെ അഴിമതി എന്ന് പറഞ്ഞാലും പോരാ. ഇത് സാധനം അതിനേക്കാൾ വലിയ ഒരു സംഗതിയാണ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അഴിമതിയിൽ ഏർപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും IAS അഴിമതി കാട്ടും, വില്ലേജ് ഓഫീസിലെ ക്ലാസ് 4 ജീവനക്കാരനെ അഴിമതി കാട്ടും. ഇപ്പം എൻ ടി രാമറാവു, സിനിമ നടൻ ആയിരുന്ന എൻ ടി രാമറാവു ആന്ധ്രയിൽ മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹം അവിടുത്തെ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അദ്ദേഹം അന്ന് അവിടെ ഒരു പ്രസ്താവന നടത്തി, ആരെങ്കിലും 5 രൂപ 2 രൂപയോ കൈക്കൂലി വാങ്ങിക്കഴിഞ്ഞാൽ ആ കൈ പിന്നോട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തി. ഒരു 2 മാസത്തേക്ക് ആന്ധ്രാപ്രദേശിലെ, അന്ന് ആന്ധ്രയിൽ തെലുങ്കാനയൊന്നുമില്ല, അവിടെ ഈ സർക്കാർ ഓഫീസുകളിൽ കൈക്കൂലി എന്നുള്ളൊരു പ്രശ്നമേ ഇല്ലായിരുന്നു. കൃത്യമായിട്ട് സംഗതികൾ നടന്നു പോയിരുന്നു. ഇതൊക്കെ അന്ന് അവിടെയുള്ള ഞാൻ ഒരിക്കൽ അവിടെ പോയപ്പോൾ അവിടെയുള്ള ആൾക്കാരും അവിടുത്തെ ചില മാധ്യമപ്രവർത്തകരും ഇത് ഷെയർ ചെയ്തതാണ്. 94 ഇലക്ഷൻ കവർ ചെയ്യാൻ പോയത്. പക്ഷെ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി എല്ലാം പഴയ അവസ്ഥയാണ്. ഇപ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ടൊരു സ്റ്റാൻഡ് എടുക്കുകയും വളരെ ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ പറഞ്ഞതുപോലെ കാലത്തിൻ്റെയും എല്ലാത്തിൻ്റെയും അറിവിൻ്റെ വെളിച്ചത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നങ്ങളുണ്ടാവില്ല. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായിരിക്കുന്ന ഈ സമീപകാലത്തുണ്ടായിരിക്കുന്ന എല്ലാ പ്രകൃതി ദുരന്തങ്ങളും നമ്മളുണ്ടാക്കിയത് തന്നെയാണ്. അതിവിടുത്തെ മതവും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ടുണ്ടാക്കിയതാണ്. ഇപ്പം തന്നെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പരിസ്ഥിതി ഓഡിറ്റ് നടത്തണമെന്ന് പറഞ്ഞിട്ട് ഉത്തരവിട്ടു. അതിനു മുമ്പ് തന്നെ വയനാട്ടിലെ പ്രകൃതി ദുരന്തം, ഇപ്പോഴത്തെ ഉണ്ടായിരിക്കുന്ന ദുരന്തം, അത് ഈ പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ മഴ ഉണ്ടായതുകൊണ്ടാണെന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു കേരളത്തിലെ തൽപര കക്ഷികളെല്ലാവരും. ജനങ്ങളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇത് തന്നെയാണ് പ്രശ്നം. അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതാണ്. ഇനിയിപ്പം ഈ വർഷം നമ്മൾ ഓണാഘോഷം വേണ്ടാന്ന് വയ്ക്കുന്നു. 2018 വെള്ളപ്പൊക്കം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഓണാഘോഷം നമ്മൾ വേണ്ടാന്ന് വെച്ചു. ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ വരും വർഷങ്ങളിൽ ഓണാഘോഷം നമുക്ക് നടത്താൻ പറ്റുമെന്നുള്ള സംശയമുണ്ട്. ഓരോ മഴക്കാലത്തും ദുരന്തങ്ങൾ വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് പരിഗണിക്കാതെയാണ് ഓരോരോ പദ്ധതികളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ചില തൽപര കക്ഷികളുടെ, ധനികരുടെ അല്ലെങ്കിൽ വ്യാപാര പ്രമുഖരുടെയൊക്കെ വികസന കാഴ്ചപ്പാടാണ് പലപ്പോഴും നമ്മളിവിടെ നടപ്പിലാവുന്നത്. വയനാട്ടിലത്തെ പുനരധിവാസം താൽക്കാലികവും ഇതാണ് മുഖ്യ അജണ്ടയായിട്ട് എടുക്കേണ്ടതെന്ന് സാർ എഴുതി. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഇനിയെങ്കിലും നമുക്ക് ഇന്നിപ്പം നമ്മുടെ അവിടുത്തെ ദുരന്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, വളരെ അവരോട് സഹതപിക്കുന്ന, അവരെ സഹായിക്കുന്ന ചില മനുഷ്യരല്ലെങ്കിൽ അടുത്ത വർഷം നമ്മൾ ഉണ്ടാവണമെന്നില്ല. നമ്മൾ അതുകൊണ്ട് അതുപോലെ തന്നെ ഇനി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ നമുക്ക് ഇതിപ്പോൾ ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. ഇനി അടുത്ത വർഷം ഉണ്ടാകാൻ പോകുന്നത് ഇനി എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. മാത്രമല്ല ഈ ദുരന്തങ്ങൾ ഇനി
മലയോര പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കത്തില്ല. ഇപ്പം നമ്മുടെ സമതലങ്ങളിൽ, ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് എടുത്ത് നോക്കുക, മലകൾ ഇടിയുന്നു, മലനാട് ഇടിഞ്ഞു വീഴുന്നു, സമതലം വെള്ളപ്പൊക്കത്തിൽ മുങ്ങുന്നു, തീരപ്രദേശം കടൽ കയറ്റത്തിൽ എടുത്തു പോകുന്നു. കേരളം കഴിഞ്ഞില്ലേ? അപ്പം ഇതിനെ നമ്മൾ ഈ ഒരു വിഷയത്തിൻ്റെ കാരണത്തെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് ഇനിയെങ്കിലും നമ്മളതിനനുസൃതം ഇപ്പോൾ കറക്റ്റീവ് മെത്തേഡ്സും ഭാവിയിൽ, പിന്നെ കാലാവസ്ഥ മാറ്റം, ഇതിനോടൊപ്പം തന്നെ കാലാവസ്ഥാ മാറ്റവും വരുന്നുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥാ മാറ്റവും കേരളത്തിൻ്റെ ഈ പറഞ്ഞ പോലെ വികസന നടപ്പിലാക്കിയ രീതിയും നിലവിലുള്ള അവസ്ഥയും ഇതെല്ലാം പരിഗണിച്ച് വേണം നമ്മളിനി ഓരോ അടിയും മുമ്പോട്ട് പോകാൻ. അതല്ലെങ്കിൽ നമുക്കിനി വിലപിക്കാൻ മാത്രമേ സമയമുണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ മൂന്നാറിലേക്ക് പോവുക. എന്താ നമ്മളവിടെ മൂന്നാറിൽ എത്തുന്നതിന് മുമ്പേ മലനിരകൾക്ക് മുന്നേ നമ്മൾ കാണുന്നത്, നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കുരിശുകളാണ് വരുന്നത്. അവിടെ മതമോ അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങളോ ഒന്നുമല്ല പ്രാധാന്യം വരുന്നത്, സ്പിരിച്വാലിറ്റിയോ ഒന്നുമല്ല അവിടെ വരുന്നത്, അല്ലേ? അവിടെ ഇനി എന്തെല്ലാം ദുരന്തങ്ങൾ. ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചില സമയങ്ങളിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന പ്രദേശങ്ങളിലൊന്നാണ് മൂന്നാർ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എല്ലാവരും വിലപിച്ചുകൊണ്ടിരിക്കാതെ ഇനി മുൻപോട്ട് കുറച്ച് സമരമാർഗങ്ങളായിട്ട് മുമ്പോട്ട് പോകണം. അല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ലാത്തൊരവസ്ഥയാണ്. അല്ലെങ്കിൽ ഇപ്പം സാറ് പറഞ്ഞ പോലെ ഇത് മുഖ്യ അജണ്ടയാക്കാനായിട്ട് നമ്മളെപ്പോഴും ഓക്കെ ഇത് കഴിഞ്ഞു അടുത്തതിനകത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പം എല്ലാ മനുഷ്യരും ഇതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങേണ്ട ഒരു വലിയൊരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു മുഖ്യധാരയിലേക്ക് നമ്മളുടെ സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും ഈ ഒരു പിന്നെ വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങളുടെ അഭിപ്രായം മാറുന്നതനുസരിച്ചിട്ട് രാഷ്ട്രീയക്കാർക്കും അവരുടെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും. ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ പോലും ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് ഈ ഒരു വിഷയത്തെ എടുത്തിട്ടില്ല. ഓക്കെ ഇതുണ്ടായി, ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്നു, സാർ എഴുതിനും അത്രേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ സാറ് പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ അജണ്ടയായിട്ട് എടുക്കേണ്ടത് പ്രകൃതിയെയാണ്, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനും കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് സമരം ചെയ്യേണ്ടി വരും തോന്നുന്നു. ഈ പൊളിറ്റീഷ്യൻസിൻ്റെ അടുത്തൊക്കെ ഇതിനെക്കുറിച്ച് പഠിക്കാനും ഞങ്ങൾക്ക് വേണ്ട നിലനിൽപ്പ് സാധ്യമാക്കി തരാനും എന്ന് പറയുന്ന ഒരു വോയിസ് ഉയർത്തേണ്ട ഒരു വലിയൊരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നുള്ളത്. ഇപ്പം നമ്മളിപ്പം എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ മീഡിയ ഇല്ലാതെ നമുക്കിപ്പം സൊസൈറ്റിക്ക് നിലനിൽപ്പില്ല. ഇപ്പം മീഡിയ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതല്ലെങ്കിൽ എത്രമാത്രം എത്തിക്കലായിട്ട് അല്ലെങ്കിൽ നൈതിക മൂല്യങ്ങൾ പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള മാറ്റി വെച്ചാലും നമ്മൾ ഈ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ, ഇതൊക്കെ ഈ ഒരുപാട് ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിലും പാളിച്ചൽ പറ്റുന്നുണ്ടെങ്കിലും ഇവരുടെ അസാന്നിധ്യത്തിലൊന്ന് ആലോചിച്ച് നോക്കുമല്ലോ, അസാന്നിധ്യം അപകടമായിരിക്കും. അപ്പോൾ നമുക്ക് പക്ഷേ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും വിശേഷിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം ഒരു ചർച്ച നമുക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളിതിനകത്ത് അഗ്രസീവായിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇതിനെ ഓരോ നിലപാടുകളെ നമ്മൾ ശക്തിയുക്തം എതിർക്കുക എന്നുള്ളതാണ് ഇതിനെ ഒരു പ്രതികരണം എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അതല്ല വേണ്ടത്. ഇവിടെ നമ്മൾ എന്തുകൊണ്ട് ഈ സംഗതിയൊക്കെ സംഭവിക്കുന്നു, എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടത് എന്ന രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിക്കുമ്പോഴത്തേക്ക് വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും അതിൽ താല്പര്യം ഉണ്ടാവുകയും അത് ശരിയാണെന്ന് തോന്നുകയും അതനുസരിച്ചിട്ടുള്ള ഒരു 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 കൾച്ചർ സാമൂഹ്യ മാധ്യമത്തിലുണ്ടാവും, മുഖ്യധാരാ മാധ്യമത്തിലുണ്ടാവും. ഇപ്പം തന്നെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച നടത്തുന്നത് ഇപ്പോൾ റേറ്റിംഗിന് ഉദ്ദേശിച്ചിട്ട് ചർച്ച നടത്തുന്നു. ഇതിനേക്കാൾ റേറ്റിംഗ് കിട്ടും നല്ല വിഷയങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് രസകരമായ സാധനങ്ങൾ കാണിച്ച മാജിക് കണ്ടിരിക്കുന്നത് പോലെ ആൾക്കാർ കണ്ടിരിക്കും. കാര്യം മനുഷ്യന് എപ്പോഴും ഉള്ളൊരു അടിസ്ഥാന വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ വയ്യാത്ത കാര്യങ്ങളെ അറിയുക എന്നുള്ളതാണ്. സസ്പെൻസ്. നമുക്ക് സസ്പെൻസ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ട അവിടെ വെച്ച് ജീവിതം അവസാനിച്ചു, അല്ലേ? നമ്മൾ ചെറിയൊരു പുസ്തകം വായിക്കുന്നു, ഒരു സിനിമ കാണുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപം കാണുന്നു, അടുത്ത നിമിഷത്തിൽ എന്താ വരാമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുള്ള രസം പോയില്ലേ? ഇപ്പം ലൈഫ് അത് തന്നെയാണ്, ആ സസ്പെൻസാണ്. നെക്സ്റ്റ് മൊമെൻറ്റ് നമുക്ക് എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ ആ ഒരു കൗതുകത്തോടെ നമ്മൾ കാത്തിരിക്കുകയാണ് വേണ്ട സാധനം. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്താണ് വരുന്നത് അറിയുന്നില്ല, അതേസമയത്ത് നമ്മൾ ഇപ്പോൾ എങ്ങനെ ഓരോ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യണം, ഇപ്പോൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്,
നമ്മുടെ ഇതുവരെയുള്ള അറിവിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഒരു വിഷയത്തെ സമീപിക്കേണ്ടത്, ആ സമീപിക്കേണ്ട വിഷയത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു സയൻസ് ടാക്ക് എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിലൊരു ചർച്ചയുണ്ടായിരുന്നു. അതിനകത്തൊരു അവതാരിക പറയുന്നുണ്ടായിരുന്നു, കേരളത്തിലുള്ള സയൻറ്റിസ്റ്റുകൾ സംസാരിക്കാൻ തയ്യാറായില്ല. കാരണം ബ്ലെയിം ഗെയിം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയാരിക്കൊണ്ടുള്ള ഇത് വരും എന്ന് വിചാരിച്ച് ആർക്കും സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. അതേസമയത്ത് ബാംഗ്ലൂരിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻവയോൺമെൻറ്റൽ സയൻസിലാണ് അദ്ദേഹം, ഒരു കൃഷ്ണമൂർത്തി. അദ്ദേഹത്തിൻ്റെ സംഭാഷണം ശരിക്കും കേട്ടിരിക്കേണ്ട സംഗതിയായിരുന്നു. നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒട്ടേറെ സംഗതികളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സംഭാഷണത്തിൽ കിട്ടിയത്. എനിക്ക് അടുത്ത കാലത്ത് ശ്രദ്ധിച്ച ഒരു ഏറ്റവും നല്ല ഒരു ഞാൻ എൻ്റെ സമയം ചെലവഴിച്ചത് ഏറ്റവും വളരെ ഗുണകരമായി എനിക്ക് തോന്നിയ സാധനമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ കേരളത്തിൽ എന്തോരം വിഷയങ്ങൾ കിടക്കുന്നു, എണ്ണമല്ലാത്ത വിഷയങ്ങൾ, അതിമനോഹരമായ വിഷയങ്ങൾ. ആ വിഷയങ്ങൾ ഇങ്ങനെ എടുത്ത് നമ്മൾ പൊളിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്നതുപോലെ എന്താണ് വരാൻ പോകുന്ന അറിയാനുള്ള ഒരു ആഗ്രഹം എല്ലാ മനുഷ്യനിലും ഉണ്ടാവും. ആ സസ്പെൻസ് മതി. ഈ റേറ്റിങ്ങിൻ്റെയൊക്കെ 10 ഇരട്ടി റേറ്റിംഗ് കിട്ടും. അറിയാൻ വെള്ളഞ്ഞിട്ടുണ്ട്. ശരി, സാർ ഇപ്പോൾ പറയുന്ന സമയത്ത് എനിക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അത് ആ ഒരു സസ്പെൻസ് എനിക്ക് കിടക്കുന്ന കാരണം കൊണ്ട് തന്നെയാണ്. അപ്പം എനിക്ക് കാരണം ഈ വിഷയത്തെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്. അപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇതിനെതിരെ സംസാരിക്കേണ്ട ഒരു വലിയൊരു ഇതിനെതിരെ എന്നുള്ളതല്ല, എതിരെ വരുമ്പോഴത്തേക്ക് എന്താ അറിയോ, ഇപ്പം അവിടെയാണ് നമ്മൾ ചില ശീലങ്ങൾ മാറ്റുന്നത്. ഒരാൾക്ക് എതിരെ സംസാരിക്കുമ്പോഴത്തേക്ക് അവിടെ ഡിഫെൻസീവ് ആവും. ഇപ്പം ഞാൻ കൃഷ്ണയ്ക്കെതിരെ സംസാരിക്കുകയാണെങ്കിൽ കൃഷ്ണ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾക്കെതിരെ ആക്രമണം വരുമ്പോൾ നിങ്ങളത് രക്ഷിക്കണ്ടേ. ഇപ്പം എൻ്റെ ഒരു വാക്ക് വരുന്നതും നിങ്ങളുടെ നേർക്ക് എൻ്റെ കൈ വരുന്നതും ഏതാണ്ട് തത്വത്തിലൊന്നുപോലെയല്ലേ. അപ്പോൾ നിങ്ങൾ രക്ഷിക്കേണ്ട കടമ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യും. ആ ഡിഫെൻഡ് ചെയ്യുമ്പം ഒന്നും തന്നെ സ്വീകരിക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല അവിടെ. അപ്പോൾ അതാണ് നമ്മുടെ ഈ കേരളത്തിലെ എല്ലാത്തിനും എതിരെ പറയണമെന്നുള്ളൊരു, ഇതൊക്കെ നമ്മൾ അറിയാതെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ എന്തിനെങ്കിലും എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ക്രിയേറ്റീവ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ പ്രതികരണമാകുകയുള്ളൂ എന്നൊക്കെയുള്ളൊരു സംഗതിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പോലെ നമ്മൾ മാറിയിട്ട് ഇപ്പം ഇത് അറിവിൻ്റെ ലോകമാണ് സാധനം. ടെക്നോളജി അതിൻ്റെ ഇപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഏറി വന്ന ഒരു 3 സെക്കൻഡ് ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടുമായിട്ട് ചാറ്റ് ചെയ്യുന്ന അതേ രൂപത്തിൽ നമുക്ക് മെറ്റായിട്ട് ചാറ്റ് ചെയ്യാം. പൂർണ്ണമായിട്ട് എല്ലാം വിശ്വസിക്കണമെന്നില്ല, എല്ലാം ശരിയാവണമെന്നില്ല. പക്ഷേ എങ്കിലും നമുക്ക് കൊടുത്ത ഇത് കിട്ടും. അപ്പോൾ ഈ വർത്തമാന ലോകം എന്ന് വെച്ചാൽ അറിവിൻ്റെ ലോകമാണ്. അപ്പോൾ അതിനെ ആധാരമാക്കിക്കൊണ്ടല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഒരുപാട് സംഗതികൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ വരും മനുഷ്യന്. അപ്പോൾ അതിനകത്തുനിന്ന് കൺഫ്യൂഷൻ്റെ മാർക്കറ്റിൽ, കൺഫ്യൂഷനുള്ള അന്തരീക്ഷത്തിൽ ഏറ്റവും വലിയ മാർക്കറ്റുള്ളത് ക്ലാരിറ്റിക്കാണ്. ആണോ ഇല്ലയോ? അതെ. ദാഹിച്ച് വരണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഇടയ്ക്ക് ഏറ്റവും നല്ല മാർക്കറ്റ്, ഒരു കുടം വെള്ളം ഉണ്ടെങ്കിൽ അവന് വേണമെങ്കിൽ ലക്ഷപ്രൂവ് ആകണം, അല്ലേ? അപ്പോൾ ഇന്നത്തെ കൺഫ്യൂസ്ഡ് വേൾഡിൽ ഏറ്റവും വലിയ മാർക്കറ്റ് ക്ലാരിറ്റിക്കാണ്. അപ്പം മീഡിയയ്ക്ക് ക്ലാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ റേറ്റിങ്ങിന് വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റേറ്റിംഗ് വിൽ ഫോളോ യു. റേറ്റിംഗ് പിന്നാലെ വരും. റേറ്റിങ്ങിൻ്റെ പിന്നാലെ പോയാൽ അപകടമാണ്. അടുത്തൊരു എഴുത്തിലേക്ക് പോവാം. ഈ ഒരു എഴുത്ത് ഞാൻ പെട്ടെന്ന് സാറിൻ്റെ എഴുത്തിലേക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാരണമായിട്ടുള്ളൊരു എഴുത്തായിരുന്നു കേട്ടോ. അപ്പം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വയനാട്ടിലെ ദുരന്തമുഖത്ത് ചില മാധ്യമപ്രവർത്തകർ സങ്കടം സഹിക്കാതെ ചങ്കു കലങ്ങി പൊട്ടിക്കരയുന്നത് കണ്ടു. ദുരന്തത്തിൽ ഉടലും തലയും കീറിപ്പൊളഞ്ഞ് ജീവൻ തുടിക്കുന്ന ഒരു മനുഷ്യനെ കണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ശസ്ത്രക്രിയ നടത്തേണ്ട ഡോക്ടർ ഇത്തരത്തിൽ പൊട്ടിക്കരഞ്ഞാലുള്ള അവസ്ഥ ആലോചിക്കുക. അപ്പം ഇന്നത്തെ ഒരു മാധ്യമ പ്രവർത്തനത്തിനെ കുറിച്ചിട്ടാണ് സാറ് വിലയിരുത്തിയത്. അന്ന് ആ ഒരു ദുരന്തമുഖത്ത് മാധ്യമ പ്രവർത്തകർ അങ്ങനെയല്ലായിരുന്നു പ്രവർത്തിക്കേണ്ടേ എന്നാണ് സാറ് പറഞ്ഞത്. അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയത് മനുഷ്യനായി കഴിഞ്ഞാൽ ഒന്ന് കരയില്ലേ എന്നെനിക്ക് തോന്നി. അപ്പം സാർ എന്തായിരുന്നു അങ്ങനെ എഴുതാൻ? അല്ല, മനുഷ്യനായി കഴിഞ്ഞാൽ കരയാനുള്ള ശേഷി വേണം. പക്ഷേ ചെറിയൊരു കരച്ചിലും നിലവിളിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു വിഷമം കൊണ്ട് കരയുന്ന വ്യക്തി, അയാളുടെ കൂടെ കരയുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ തോന്നുന്നു എന്നോട് സ്നേഹം ഉണ്ടായിട്ട് കരഞ്ഞാണ്, വല്ല പ്രയോജനമുണ്ടോ? കരയുന്ന വ്യക്തിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ദുർബലനായ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ദുർബലയായ ഒരു വ്യക്തിക്ക് വേണ്ടത് ശക്തിയുള്ള ഒരാളുടെ സാമീപ്യമാണ്. അപ്പോൾ അവിടെ മാധ്യമപ്രവർത്തകർ പോകുന്ന സമയത്ത് വളരെ ദുഃഖകരമായ സംഗതിയാണ് കാണുന്ന സാധനം. ആ ദുഃഖത്തെ നമ്മൾ അറിയണം. ഇന്നലെ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മറ്റേ പ്രധാനമന്ത്രി മോഡിയുടെ താടിക്ക് പിടിച്ച കുട്ടിയും അമ്മയും, നൈസ എന്നാണ് തോന്നുന്നത് കുട്ടിയുടെ പേര്, നൈസയുടെ ഉമ്മയും, ആ നൈസയുടെ ഉമ്മയുടെ സഹോദരങ്ങൾ, അവരുടെ ഭർത്താവ്,
ആ കുടുംബത്തിലുള്ള എല്ലാവരും പോയി. അപ്പോൾ ഒരു നിമിഷം അതിൻ്റെ ആ ഒരു തീവ്രത അറിയണമെങ്കിൽ നമ്മൾ നൈസയായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഉമ്മയായിട്ടും നമുക്ക് മാറാനുള്ള ശേഷി ഉണ്ടാവണം. ആ ശേഷിയിലാണ് ആ വേദനയുടെ തീവ്രത നമുക്കറിയാൻ കഴിയുള്ളൂ. ആ തീവ്രത അറിഞ്ഞിട്ട് അവർക്ക് അത് അറിവിന് വേണ്ടിയാണ് ഉണ്ടാവേണ്ടത്. അപ്പം നമുക്ക് കരയാനുള്ള ശേഷി, നമുക്കൊരു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നമ്മളുടെ അറിവിനെ സഹായിക്കാൻ വേണ്ടിയാണ് ആ കരച്ചിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് ആ അറിവിൽ നിന്നുകൊണ്ട് പിന്നീട് നമുക്കിത് അവരെ എങ്ങനെ സഹായിക്കണം, അങ്ങനെ സഹായിക്കണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഊർജ്ജം വേണ്ടത്, ശക്തി വേണ്ടത്, കാര്യങ്ങളെക്കുറിച്ചുള്ള ഗ്രാഹ്യം വേണ്ടത്, എന്തൊക്കെ ചെയ്യാം. ഇനി നാളെ അടുത്ത വർഷം മഴയത്ത് കർക്കിടക മാസത്തിൽ ഉണ്ടാകുന്ന മഴയിൽ ഇനി ഇതുപോലുള്ള ദുരന്തം ഉണ്ടാകരുത്. അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ എനിക്ക് ശ്രദ്ധിക്കാനുള്ളത്, എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന എന്തൊക്കെയാണ്, ഇതിൻ്റെ ഈ മലയിടിച്ചിലിൻ്റെ സ്വഭാവം എന്താണ്, ഇത് നമുക്ക് പല സാധനങ്ങളെടുത്ത് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഇതിൻ്റെ വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്ത് എങ്ങനെ നമുക്കിതിൽ നിന്ന് മറ്റ് റിപ്പോർട്ടുകൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു മാധ്യമപ്രവർത്തനം ഇത്തരം സന്ദർഭങ്ങളിൽ ചെയ്യാനുണ്ട് സമാന്തരമായിട്ട്. കരഞ്ഞു കഴിഞ്ഞാൽ പോയി. ഈ കരച്ചിലിനെ ആഘോഷമാക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. കരച്ചിലെന്ന് വെച്ചാൽ കേരളത്തിൽ ഭയങ്കരമായിട്ടുള്ള എന്തുകൊണ്ട് സീരിയലുകൾ എടുത്ത് നോക്കുക, സീരിയലുകൾ കരച്ചിലാണ് അതിൻ്റെ മുഖ്യ സാധനം. ചില ആൾക്കാർ സിനിമ കണ്ടു പറഞ്ഞില്ല, അയ്യോ അത് കാണേണ്ട സിനിമ, ആരായാലും കരഞ്ഞു പോകും. അത് ആലോചിച്ച് നോക്കുക. മനുഷ്യൻ ഈ കടന്ന് കഷ്ടപ്പെടുന്ന മുഴുവൻ ഒന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കരഞ്ഞിട്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് മലയാളി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിരോധാഭാസം ആലോചിച്ച് നോക്കുക. മലയാളിക്ക് സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ കരയണം. ഇപ്പോൾ ഒരാൾ വളരെ അടുത്ത ആൾക്കാർ ഇപ്പോൾ ഒരിക്കലൊരു ഭാര്യയും ഭർത്താവും, ഭാര്യ കുറച്ച് ദൂരെ മറ്റ് സംസ്ഥാനത്ത് നിൽക്കുകയാണ്, ഭർത്താവ് ഓണത്തിന് നാട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഓണമൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യയോട് നോക്കി, ഞാനില്ലാതെ ഓണം ആഘോഷപൂർവ്വം ഉണ്ടു അല്ലേ എന്ന് ചോദിക്കുന്നു. എന്ന് വെച്ചാൽ അവരോട് തന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഭർത്താവ് ഇവിടെ വന്ന് ഓണത്തിന് ഭക്ഷണം കഴിക്കാതെ മറ്റേ ചമ്മന്തിയും ചോറും മാത്രം കഴിച്ച് നിൽക്കണമായിരുന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള കാഴ്ചപ്പാടാണുള്ളത്. ഞാൻ വിഷമിക്കുകയാണെങ്കിൽ എന്നോടൊപ്പം നമ്മുടെ ആ മലയാളം പാട്ടില്ലേ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ, കരയുമ്പോൾ കൂടെ കരയാൻ നിഴൽ മാത്രം. കരയുമ്പോൾ ആരെങ്കിലും കൂടെ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആശ്വാസം പകരാലോ. അവിടെ ആശ്വാസം പകരുന്നത് കൂടെ കരഞ്ഞിട്ടാണോ? ഇപ്പോൾ നമ്മൾ ഒരാളെ പിന്നെ വളരെ ധൈര്യപൂർവ്വം അയാളെ ആലിംഗനം ചെയ്യുമ്പോഴാണ് ആശ്വാസം ഉണ്ടാകുന്നത്. ധൈര്യപൂർവ്വം ആലിംഗനം ചെയ്യും അല്ലേ? ഒന്ന് ദേഹത്ത് തൊടുമ്പോഴോ തട്ടുമ്പോഴോ അല്ലെങ്കിൽ പിടിക്കുമ്പോഴോ അല്ലേ? അങ്ങനെ പിടിക്കണമെങ്കിൽ ഈ മറ്റേ തളർന്ന കൈ കൊണ്ടെടുത്ത് പിടിക്കാൻ പറ്റൂ. ഇപ്പോൾ ഒരാളൊരു കിണറ്റിൽ വീഴുന്ന സമയത്ത് കിണറ്റിൻ്റെ കരയെന്ന് അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കാം. ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ നിലവിളിച്ച ആൾക്കാരെ കൂട്ടാം, ആ ഉദ്ദേശത്തിന് നിലവിളിക്കാം. അല്ലാതെ എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മനസ്സ് സഹിക്കാൻ പറ്റുന്ന നിലവിളിക്ക് കാര്യമുണ്ടോ? ആ സമയത്ത് ഉടുത്തിരിക്കുന്ന മുണ്ടാണെങ്കിലും അഴിച്ചിട്ട് പിടിച്ച് ആളിനെ പുറത്തേക്ക് കയറ്റിയോ അല്ലെങ്കിൽ അവിടെ ചാവാതെ മുങ്ങാതെ പിടിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ കരയ്ക്ക് നിൽക്കുന്നതിന് ധൈര്യം വേണ്ടേ? അതോ കൂടെ കരയുകയാണോ വേണ്ടത്? അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട സംഗതികളാണ്. ഇത് പറയുമ്പോൾ തന്നെ ഈ ഇടയിൽ ഒരു മാധ്യമ പ്രവർത്തക എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മീഡിയ എന്ന് പറയാം, അർജുൻ്റെ ഒരു വിഷയമായിട്ട് പോയിട്ട് കുട്ടിയുടെ അടുത്ത് മയക്കം കൊണ്ട് ചെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവിടെ ആള് കരച്ചിലൊന്നും അല്ലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പെയിനോ അതൊന്നും നോക്കാതെ നേരെ പോയി ചോദിക്കുന്നത്. അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തനവും ഇന്ന് കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പം സാറിന് എന്താ അതിനെ കുറിച്ച് പറയാം? അപ്പം ഞാൻ പറയില്ലേ, അതൊക്കെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻ്റ് എടുത്ത് പറയുന്ന സമയത്ത് ഇതിനകം തന്നെ ആ മാധ്യമപ്രവർത്തകയ്ക്ക് ബോധ്യമായിട്ടുണ്ടാവും പറ്റിയ അബദ്ധം എന്താണെന്നുള്ളത്. നമ്മളിനിയിപ്പോൾ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൂടുതൽ വിഷമം ഉണ്ടാവും എന്നുള്ളതല്ലാതെ, കുറ്റബോധം ഉണ്ടാവും എന്നുള്ളതല്ലാതെ മറ്റു പ്രയോജനമൊന്നുമില്ല. അതൊന്നും പ്രത്യേകിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. കാര്യം അതൊക്കെ ഒരു സാധാരണ മനുഷ്യൻ്റെ ഔചിത്യത്തിൽ നിന്നുണ്ടാവേണ്ട സംഗതിയാണ്. അപ്പോൾ നമ്മൾ ആ മാധ്യമപ്രവർത്തകരെ വീണ്ടും നമ്മൾ കുറ്റപ്പെടുത്തി ഈ പറഞ്ഞതുപോലെ അവിടേക്കാണ് ഒരുപാട് കാര്യങ്ങൾ മലയാളി കമ്മ്യൂണിറ്റി സമൂഹത്തിൽ ഈ വളരെ ദോഷകരമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കുറ്റബോധം എന്നുള്ളത് ഏതാണ്ടൊരു മനോഹരമായ ഒരു വികാരമാണെന്നാണ് പലപ്പോഴും നമ്മൾ ധരിച്ചിരിക്കുന്നത്. ഈ കുറ്റബോധം പോലെ ഇത്ര അപകടകരമായൊരു സംഗതി വേറെയില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ കുറ്റബോധം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വേദന ഇങ്ങനെ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ വേദന ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം മുറിഞ്ഞ് വേദനിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ആരുടെയെങ്കിലും വേദനയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ വേദനയിൽ നിന്ന് പുറത്തു വരാനുള്ള കഠിന ശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പൊ സാർ പറഞ്ഞിരുന്നു മുൻപ് മാധ്യമപ്രവർത്തനം ചെയ്തപ്പോൾ ഇതുപോലെയുള്ള കുറെ അബദ്ധങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനും അതിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ഞാനായാലും
ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും അല്ലെങ്കിൽ ഒരുപാട് അബദ്ധങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരാളാണ്. മനുഷ്യരാണല്ലോ. അതെ, മനുഷ്യരാണല്ലോ. അപ്പൊ മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. എന്തായിരിക്കണം ഒരു മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ? മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന സാധനം അതൊരു സാമൂഹ്യ ശാസ്ത്രമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള നമ്മൾ മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന സകല ശാസ്ത്രങ്ങളും മനുഷ്യന് വേണ്ടി ഉപയോഗിക്കാനുള്ള സാധനമാണ്, അല്ലാതെ ശാസ്ത്രത്തിന് വേണ്ടി മാറ്റി വയ്ക്കാനുള്ള സാധനമല്ല. അപ്പോൾ ശാസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രമാണ്. ആ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ശാസ്ത്രശാഖയാണ് മാധ്യമപ്രവർത്തനം. ആ ശരിക്കും പറഞ്ഞാൽ ലാബിലിരുന്ന് പ്രവർത്തിക്കുന്ന ഒരു സയൻറ്റിസ്റ്റിനേക്കാൾ കൂടുതൽ സൂക്ഷ്മദൃഷ്ടിയും വിശകലന ശേഷിയും മൊത്തത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവബോധവും എല്ലാം വളരെ സൂക്ഷ്മമായ നിലയിൽ ഒരു മാധ്യമപ്രവർത്തകയ്ക്കും മാധ്യമപ്രവർത്തകനും അനിവാര്യമാണ്. സാറ്, ഞാൻ ആ ഒരു മാധ്യമ പ്രവർത്തകരുടെ കാര്യം ചോദിക്കാനുള്ള കാര്യം തന്നെ സാർ അത് എങ്ങനെ എത്ര സിംപ്ലിഫൈ ആയിട്ട് പറയുന്നു. ഇതിപ്പം നമ്മൾ ഒരുപാട് മീഡിയകൾ ആഘോഷിച്ചൊരു വാർത്തയാണത്. അപ്പോൾ സാർ അത് വളരെ സിംപ്ലിഫൈഡ് അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റബോധത്തിൻ്റെ ഒരു വീണ്ടും ഒരു ചർച്ചാ വിഷയം ആക്കേണ്ട ഒരു കാര്യമില്ല, ആൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് സാറ് പറഞ്ഞത്. ഒപ്പം തന്നെ സാറ് പറയണ്ടായി ഹൃദയമാണ് എല്ലാത്തിനേക്കാളും വലുത്. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണ് ഹൃദയത്തോടെയാണ് ചിന്തിക്കേണ്ടത്, അത് തലച്ചോറ് ബുദ്ധിയോടെയാണ് ചിന്തിക്കേണ്ടത്? ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകയല്ലേ ഇത് ചെയ്തെന്ന് പറഞ്ഞു അല്ലേ? ഈ കുട്ടിയുടെ അടുത്ത് സ്വതസിദ്ധമായ ഒരു സ്ത്രൈണത പോലും ആ കുട്ടിയിലേക്ക് പുറത്തു വരാതെന്നൊരവസ്ഥ വന്നു. ഒരു വേദന ഉണ്ടാകുന്ന നിമിഷത്തിൽ ഈ ആണുങ്ങളെക്കാൾ കൂടുതൽ സ്വാഭാവികമായ രീതിയിൽ അത് സ്ത്രീകൾക്കാണ് അത് അനുഭവപ്പെടുക. അപ്പോൾ കേരളത്തിലെ സ്ത്രൈണതയ്ക്ക് പോലും ഈ പറഞ്ഞതുപോലെയുള്ള അല്ലെങ്കിൽ ആ സ്ത്രൈണത എന്ന് പറഞ്ഞ വികാരം സ്ത്രീയിൽ കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. സ്ത്രൈണത ശരിക്കും പറഞ്ഞാൽ സ്ത്രീ ലിംഗവുമായിട്ട് ബന്ധപ്പെട്ട സാധനമല്ല. സ്ത്രൈണതയിൽ ആ ക്വാളിറ്റീസ് കൂടുതലുള്ളതുകൊണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്നേഹം. ഇപ്പോൾ ഒരു കുട്ടിയെ, ഒരു വയസ്സായ കുട്ടിയെ അപ്പം ഞാൻ എങ്ങനെ അതിനെ കൊഞ്ചിച്ചെടുക്കാൻ ശ്രമിച്ചാൽ പോലും എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ എൻ്റെ മകളോ ചെന്നെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് എൻ്റെ ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ആ കുട്ടിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവിടെ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾക്കൂടെ എത്തുക എന്നുള്ള എൻ്റെ മുമ്പിലുള്ള ചലഞ്ചാണ് സാധനം. അപ്പോൾ ആ ഒരു സ്ത്രൈണതയ്ക്ക് പോലും ഭീഷണിയാവുന്ന രീതിയിൽ നമ്മളുടെ ഇവിടുത്തെ ഈ സാമൂഹികമായ ചില യാഥാർത്ഥ്യങ്ങൾ ചില വളരെ സൂക്ഷ്മമായ വൈകാരികതകളെ കൊന്നുകളയുന്നുണ്ട്. അങ്ങനെ കൊന്നുകളഞ്ഞതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ മാധ്യമപ്രവർത്തകരിലൂടെ കണ്ടത്. ആ കുട്ടി ഞാൻ ഉത്തരവാദിയല്ല. കാര്യം ഏറ്റവും നല്ല ബൈറ്റ് കിട്ടണമെങ്കിൽ ആ കുഞ്ഞു കുട്ടീൻ്റെ അതിനെ കണ്ട ഈ ഒരു കൊച്ചുകുട്ടിയുടെ റെസ്പോൺസ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ കണ്ണുനീരോടെ കണ്ടുകൊണ്ടിരിക്കും എന്നുള്ള ഒരു ചിന്ത ആ കുട്ടിയെ നയിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇത് എടുത്തുകൊണ്ട് ആ കുട്ടിയെ ചോദിച്ചത്. അതെ, ആ കുട്ടീനെ ഒരുപാട് പേര് സൈബർ ബുള്ളിങ് ചെയ്തു. പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ആ കുട്ടിയല്ല അതിന് ഉത്തരവാദിത്വം. തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, പൊതുവേ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അടുത്തൊരു എഴുത്ത് ഞാൻ ഒരുപാട് കേൾക്കുന്ന ഒരു പ്രാസംഗികന്റെ ഒരു ലേഖനം ഒരു പത്രത്തിൽ വരികയുണ്ടായി. അപ്പം ആ ഒരു ലേഖനത്തിലുള്ള ഒരു വരി സാർ ഇങ്ങനെ പരാമർശിച്ചിട്ട് ഒരു എഴുത്ത് ഇങ്ങനെ വന്നപ്പം എനിക്കിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായി. ഓക്കെ, ഇതെന്താ ശരിക്കും ഇതിലെന്താ വസ്തുത എന്നുള്ളത്. ഞാൻ ആ ഒരു വാക്ക് ഇവിടെ വായിക്കാം. ഗാന്ധിജിയും ഗോഡ്സെയും സദാസമയവും കൊണ്ടു നടന്നിരുന്ന പുസ്തകമായിരുന്നു ഭഗവത്ഗീത. ഒരേ പുസ്തകം രണ്ടുപേരെയും നയിച്ചത് എങ്ങനെയായിരുന്നു എന്നത് ഇവരുടെ ജീവിതം വ്യക്തമാക്കുന്നുണ്ട്. ഹിംസയുടെ സന്ദേശമുള്ള ഭഗവത്ഗീതയെ അഹിംസയുടെ പുസ്തകമായിട്ടാണ് ഗാന്ധിജി വ്യാഖ്യാനിച്ചത്. സത്യത്തിൽ ഇത് എന്താണ്? അഹിംസയുടെ പുസ്തകമാണോ ഭഗവത്ഗീത? തീർച്ചയായിട്ടും. കാരണം അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീത മുമ്പോട്ട് വയ്ക്കുന്നത് അറിവാണ്. അറിവ് വരുന്നൊരു വ്യക്തി ഒരിക്കലും ഹിംസയ്ക്ക് ഇറങ്ങിത്തിരിക്കത്തില്ല. സിമ്പിളാണ്, വളരെ ലളിതമാണിത്. ഒരു കാര്യം അറിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൃത്തിയിൽ കാണിക്കൂ? ഇല്ല. അറിവുണ്ടാവുന്ന വ്യക്തിയിൽ നിന്ന് ഹിംസ വരില്ല. അപ്പോൾ ഈ അറിവ് പെട്ടെന്ന് കിട്ടുന്നതൊന്നുമല്ല. ആ പ്രാസംഗികൻ ഭഗവത്ഗീതയിലെ ഏതെങ്കിലും ഒരു വരി, ഇപ്പോൾ ഒരു ചാക്കിലെ അരി എടുത്തിട്ട് നമുക്ക് മുഴുവൻ തിന്നേണ്ട ആവശ്യമില്ല. ഒരു 4-5 അരി എടുത്ത് വായിലിട്ട് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉണക്കത്ര എന്ന് നമുക്കറിയാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ ഭഗവത്ഗീതയിലെ ഏതെങ്കിലും ഒരു വരി അദ്ദേഹം പഠിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇത് പറയത്തില്ല. ഹിംസയുടെ സന്ദേശമുള്ള ഭഗവത്ഗീതയെ അഹിംസയുടെ എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഹിംസയുടെ സന്ദേശമുള്ള ഭഗവത്ഗീതയെ അഹിംസയുടെ പുസ്തകമായിട്ടാണ് ഗാന്ധിജി വ്യാഖ്യാനിച്ചത്. ഹിംസയുടെ സന്ദേശമുള്ള എന്ന പ്രയോഗം ആ പ്രാസംഗികൻ നടത്തത്തില്ല.
കാരണം അദ്ദേഹത്തിന് ഗീത എന്താണെന്നറിയില്ല. തൻ്റെ അറിവില്ലായ്മയെ അറിവായിട്ട് ധരിക്കുകയും ആ അറിവിനെ സമൂഹമായിട്ട് പങ്കുവയ്ക്കുകയും അത് മാധ്യമങ്ങളിൽ വരികയും ചെയ്യും. ഇങ്ങനെയാണ് സമൂഹത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ സകലവിധമായിട്ടുള്ള വിനാശകരമായ സംഗതികളിലും വൃത്തികേടുകളിലും വൾഗാരിറ്റീസിലും ഒക്കെ സമൂഹം പോകുന്നത് ഇങ്ങനെയാണ്. സർ നെഹ്റുവിന്റെ പ്രസംഗം പറഞ്ഞു. തീർച്ചയായിട്ടും. ഇപ്പം നെഹ്റുവിൻ്റെ പ്രസംഗം ഇതുമായിട്ട് കമ്പയർ ചെയ്യില്ല കേട്ടോ. നെഹ്റു ഞാൻ പറഞ്ഞത് രണ്ട് കാഴ്ചപ്പാടാണ്. ഗാന്ധിജിയിലൂടെ പ്രകടമായ ഭാരതീയമായ ഒരു സംസ്കൃതിയും നെഹ്റുവിൽ പാശ്ചാത്യമായ പ്രമാണം അദ്ദേഹത്തെ സ്വാധീനിച്ചതിൻ്റെയും ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഈ ലൈറ്റ് പോയി ഇരുട്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ലൈറ്റ് പോയി ഇരുട്ടായി, അത് കാരണം എന്ത് പറ്റി? ഇരുട്ടല്ലേ, ഇനി ആരും കാണില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇരുട്ടി കിടന്നിട്ടാണ് നമ്മുടെ രാഷ്ട്രീയക്കാരും ഓഫ് കോഴ്സ് ഇൻക്ലൂഡിങ് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള എല്ലാവരും കാണിക്കുന്ന സാധനം. മറിച്ച് വിളക്ക് പോയി വെളിച്ചം അവശേഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഗാന്ധിജി അറിയേണ്ട സാധനം. ഈ ഒരു വാക്ക് ഭഗവത്ഗീത ഹിംസയുടെ സന്ദേശമാണ് എന്ന് പ്രയോഗിച്ചത്, ഇതിനകത്ത് ഏറ്റവും എനിക്ക് തോന്നിയത് ഒരു പ്രാസംഗികനാണ്, ഒരുപാട് പേര് കേൾക്കുന്ന ഒരു പ്രാസംഗികനാണ് എന്നുള്ളതാണ്. അപ്പം ഒരുപാട് ഇപ്പം ഞാൻ ഉൾപ്പെടെ ഉള്ള ഒരുപാട് പേര് ഇത് കേൾക്കുകയും ഇത് ഓക്കെ ഇങ്ങനെയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇങ്ങനെയുള്ള പല സന്ദേശങ്ങളും തെറ്റായിട്ടുള്ളൊരു ഭീതിപ്പെടുത്തുന്നുണ്ടെന്നാണോ ഈ ഒരു എഴുത്തിൻ്റെ? അത് സാമൂഹികമായിട്ട് ചെയ്യുന്നൊരു സംഗതി. ഇപ്പം ഈ ഇത്തരം ഈ പ്രസംഗത്തിലെല്ലാം ഏതെങ്കിലും ആരെയെങ്കിലും ഒന്ന് കുത്തുക എന്നുള്ള ഒരു സാധനം അതിൻ്റെ പിന്നിലുണ്ടാവും. ഒരാൾ മോശമാണ് അല്ലെങ്കിൽ ഇന്ന സംഗതി മോശമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു വ്യഗ്രതയുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഈ വിജ്ഞാനത്തിനെ എടുത്ത് ഉപയോഗിക്കും. അത് വലിയ അപകടമാണ്. കാര്യം ഇപ്പോൾ കുട്ടികൾ, നിങ്ങളെപ്പോലുള്ള കുട്ടികൾ, വിദ്യാർത്ഥികൾ ഒക്കെ ഇപ്പോൾ ഇവരൊക്കെ വലിയ വലിയ അധ്യാപകരും പിന്നെ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരും ഒക്കെയാണ്. അപ്പോൾ ഇവർ പറയുന്നത് ശരിയാണ് അല്ലെങ്കിൽ അത്ര വലിയ ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാത്തതാണ്. പെട്ടെന്ന് പറയുമ്പോൾ ശരിയാണ്. ഭഗവത്ഗീത എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു യുദ്ധത്തിൻ്റെ മാനുവലായിട്ട് വേണമെങ്കിൽ എടുക്കാം. എങ്ങനെ യുദ്ധം ചെയ്യണം, കൃത്യമായിട്ട് വേണമെങ്കിൽ അതെടുത്ത് വെച്ച് നോക്കിയാൽ നല്ല അസല യുദ്ധം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഭഗവത്ഗീത സത്യമാണ് അദ്ദേഹം പറയുന്നത്. ഹിംസയുടെ സന്ദേശമുള്ള ഗീതയെ ഗാന്ധിജി അഹിംസയുടെ പുസ്തകമായിട്ടാണ് കണ്ടത്. പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും അത് സ്വീകാര്യമായിട്ട് തോന്നും. പക്ഷേ ഭഗവത്ഗീതയിൽ തുടക്കം മുതൽ അവസാനം വരെ പല ഭാഗങ്ങളിലും വരുന്ന ഒരു വാക്കുണ്ട്, അവ്യയം എന്ന് പറഞ്ഞ സാധനം. ആ ഒരൊറ്റ വാക്കിൻ്റെ അർത്ഥം, സംസ്കൃത പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇത് ഭഗവത്ഗീത ഹിംസയുടെ പുസ്തകം എന്ന് പറയത്തില്ല. കാരണം അത് അറിവിനെയാണ് മുമ്പോട്ട് വയ്ക്കുന്ന സാധനം. അതായത് വേദങ്ങളിലും വേദങ്ങളിലുള്ള അറിവിനെ സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അല്പം വെറും സാധാരണ അല്ല, തൊട്ട് മുമ്പുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിഹാസങ്ങളെന്ന് പറയുന്നത്. അത് വളരെ മനോഹരമായിട്ട് നാടകീയമായ മുഹൂർത്തങ്ങളിലൂടെ ആണെങ്കിലേ സാധാരണക്കാർക്ക് മനസ്സിലാവുള്ളൂ. അതാണ് ഭഗവത്ഗീതയിൽ മനോഹരമായിട്ട് പ്രതിപാദിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ, അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ, മനസ്സിലാക്കലുമല്ല, അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഗീതയെക്കുറിച്ച് സംസാരിക്കാനുള്ള യോഗ്യത കിട്ടത്തുള്ളൂ. അത് ഗാന്ധിജിക്ക് അത്യാവശ്യം മനസ്സിലായതിൻ്റെ പേരിലാണ് അദ്ദേഹം എപ്പോഴും ഭഗവത്ഗീത കൊണ്ട് നടന്നിരുന്നത്. സംശയം വരുമ്പോൾ തുറന്നു നോക്കിയാൽ ഏത് വരി എടുത്താലും കിട്ടും, നിങ്ങൾക്ക് പരിഹാരം കിട്ടുന്നു. അത്രയ്ക്ക് പവർഫുള്ളാണ് സാധനം. ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നുമല്ലത്. അറിവ് ഏതെങ്കിലും ജാതിയുടെയാണ്, ഏതെങ്കിലും മതത്തിൻ്റെയാണ്, ഒന്നുമല്ല. പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞു ഇപ്പം എന്ത് പറ്റി? ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഒരു മതഗ്രന്ഥമാക്കി മാറ്റിക്കളയും. അപ്പം ഇതാണ് സ്വാതന്ത്ര്യക്കേട്. ഇപ്പം ചില നിറങ്ങൾ, ചുവപ്പ് ചിലർക്ക് കണ്ട അലർജിയാണ്, ചിലർക്ക് കാവി കണ്ട അലർജിയാണ്, ചിലർക്ക് താമരപ്പൂ കണ്ട അലർജിയാണ്. ഭാഗ്യത്തിൽ ഇതുവരെ ഈ കൈപ്പത്തി എപ്പോഴും അവനവനും കാണുന്നുണ്ടറിയും, കൈപ്പത്തി കണ്ട ഇതുവരെ അലർജി ഒന്നും കണ്ടിട്ടില്ല സാധനം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിനെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട്, ഈ നറേഷനെ മാറ്റി നിർത്തിയിട്ട്, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ പൊതുമണ്ഡലത്തിലുള്ള ഈ ലേബലിംഗ് മാറ്റി നിർത്തിയിട്ട് ഇതിനെയൊക്കെ ഒന്ന് നോക്കൂ. ഇത്ര മനോഹരമായ താമരപ്പൂവിനെ വാസ്തവം അത് BJPക്കുള്ള അനുകൂലമായ ഘടകമായി. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം BJPയുടെ ഏറ്റവും വലിയ ഒരു പിന്നെ സഹായകരമായ അവസ്ഥയെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഈ സെക്യുലറിസ്റ്റുകൾ എന്ന് പറയുന്ന വിഭാഗവും, അതായത് ബുദ്ധിജീവികളും അതേപോലുള്ള ഈ സെക്യുലറിസ്റ്റ് ചിന്താഗതിക്കാരും ആക്ടിവിസ്റ്റുകളും ഒക്കെയാണ് സത്യം പറഞ്ഞാൽ BJPയുടെ ബേസ് എന്ന് പറയുന്നത്. അവരുടെ വളർച്ചയ്ക്കും കാരണമെന്ന് പറയാവുന്ന സാധനം ഇവരാണ്. കാര്യം ഇവരിങ്ങനെ ഒരു ലേബൽ ചെയ്ത് വെച്ചിരിക്കുക, അതെടുത്ത് സുന്ദരമായിട്ട് അവർക്ക് BJPക്ക് ഉപയോഗിക്കാൻ പറ്റും.
BJPക്ക് നന്നായിട്ടത് പ്രയോഗിക്കാൻ പറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇന്ത്യൻ സംഗതികളാണ് എടുത്ത് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ പലതും നമ്മുടെ സംസ്കാരവും മതവും തമ്മിൽ ആ രീതിയിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലെ വിഷയങ്ങളിലേക്കൊന്നും അവർക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഭഗവത്ഗീതയുടെ പിന്നെ വ്യാഖ്യാനത്തിന് ചരിത്രകാരന്മാരെയാണ് ഇത്തരത്തിലുള്ള പ്രൊഫസർമാർ. ഇർഫാൻ ഹബീബിനെയാണ് എന്ന ചരിത്രകാരനെയാണ് ഭഗവത്ഗീത വ്യാഖ്യാനത്തിനായിട്ട് വളരെ വിദ്വൽ സദസ്സുകളിൽ പോലും ഇത്തരമുള്ള ആൾക്കാർ പോയി കോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളൊരു ധൈര്യം കേരളത്തിൽ ഇന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് കേരള സമൂഹം മാറി. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും സൊസൈറ്റിയിലും ഉണ്ടാവും. എന്തായാലും റൂട്ട് ഓഫ് ദ വേർഡ്സ് നമ്മളിവിടെ ആ സെക്ഷൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ദ വേർഡ്സിലേക്ക് പോയപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യകത എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. അത് ആ ഒരു സെക്ഷൻ ഉണ്ടായത് ഒരുപാട് നന്നായും തോന്നുന്നു എനിക്ക് ആ ഒരു സെക്ഷൻ ഭയങ്കരമായിട്ട്. ആൻഡ് യെസ്, നമ്മൾ അടുത്തൊരു ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എവിടെയോ സാറ് പറഞ്ഞതായിട്ട് തന്നെ ഓർക്കുന്നുണ്ട്, ജനാധിപത്യവും ജനായത്വവും അങ്ങനെ ഒരു വാക്കുകളെ കുറിച്ച് സംസാരിക്കുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. എന്താണ് ജനാധിപത്യം? ഒപ്പം തന്നെ ഈ നിയമാവസ്ഥയും അതേപോലെ സ്വാതന്ത്ര്യം, ഇത് മൂന്നുമായിട്ടൊന്ന് ചർച്ച ചെയ്യാമോ? ഇപ്പം ജനാധിപത്യം എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നിന്നുള്ള ഒരു പരിഭാഷയുടെ സ്വാധീനമാണ്. ആ സ്വാധീനത്തിൽ മുഖ്യ പങ്ക് വച്ചിരുന്നത് സ്വേച്ഛാധിപത്യമാണ്. അപ്പോൾ സ്വേച്ഛാധിപതികളുടെ കയ്യിൽ അധികാരം വരുന്നു. ആ അധികാരത്തെ ആധിപത്യം ആയിട്ട് അവർ ഉപയോഗിച്ചു. ആ ആധിപത്യം ജനങ്ങളുടെ എടുത്ത പ്രതിനിധിയിലേക്ക് വന്ന സമയത്തേക്ക് ആ ജനപ്രതിനിധിയുടെ കയ്യിലേക്കുള്ള ആധിപത്യമായി മാറി. അപ്പോൾ അറിയാതെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഇന്നിടത്തെ പിന്നെ കാറ് പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതും ഇവിടെ പാർക്ക് നോ പാർക്കിംഗ് തമ്മിലുള്ള വ്യത്യാസം പോലെ വളരെ സൂക്ഷ്മമായിട്ടാണ് ഇത് സ്വാധീനിക്കുക. അപ്പോൾ ആധിപത്യം എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്നൊരു മറ്റുള്ളവരുടെ മുഖത്തൊരു അധികാരം പ്രയോഗിക്കലും ഒരു കടന്നുകയറ്റും തൻപ്രമാണിത്വം ഒക്കെ വരും. അപ്പോൾ അത് ഒരു ചെറിയ ഉദ്യോഗസ്ഥൻ, ഒരു വില്ലേജ് ഓഫീസിലെ ഒരു ക്ലാസ് 4 ജീവനക്കാരന് പോലും ഒരു സാധാരണ വ്യക്തി കടന്നു ചെല്ലുമ്പോഴത്തേക്ക് അയാളെ ഈ വരുന്ന വ്യക്തിയെ സെർവ് ചെയ്യാനുള്ള വ്യക്തിയല്ല താൻ ഇവിടുത്തെ ഒരു അധികാരിയാണെന്നുള്ള ധാരണ വരുന്നുണ്ട്. ഇത് അങ്ങ് മുകളിൽ വരെ ഉണ്ടാവും. ഇതാണ് ഈ ആധിപത്യം എന്നുള്ള വാക്കിലേക്ക് കൊണ്ടുവരുന്നത്. മറിച്ച് നമ്മുടെ കേരളത്തിൽ ഈ പിന്നെ ഇപ്പോഴും പ്രായമുള്ള ആൾക്കാരൊക്കെ, ഇപ്പം അച്യുതാനന്ദനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുള്ളായിരുന്നു വാക്കായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോഴും 90 വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നത് തിരുവിതാംകൂറിലെ ജനായത്ത സർക്കാരിന് വേണ്ടിയുള്ള പ്രക്ഷോഭം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ജനായത്തം എന്ന് പറയുമ്പോൾ ജനങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ആ പ്രയോഗത്തിൽ തന്നെ അധികാരം നേരത്തെ ഒരിടത്ത് കേന്ദ്രീകരിച്ച സ്ഥലത്തിൽ നിന്നും ഒരു സ്വേച്ഛാധിപത്യ അധികാര കേന്ദ്രത്തിൽ നിന്നും ജനങ്ങളിലേക്ക് അധികാരം മാറുന്നു എന്നൊരു ബോധ്യം ഈ ആയത്തം എന്നുള്ള വാക്കോടെ സൃഷ്ടിക്കും. ഇത് നമ്മളിൽ അറിയാതെ ആ ഒരു ജനായത്തത്തിൻ്റെ സംസ്കാരത്തെ ഗുണകരമായി ബാധിക്കുകയും ഈ പറഞ്ഞതുപോലെ ഒരു അധികാരത്തിലെത്തുന്ന ഒരു വ്യക്തി ജനായത്തം എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തെ നമ്മുടെ സമൂഹത്തിൽ നന്നായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ ആ ബോധ്യം ആ അധികാരം കൈയാളുന്ന വ്യക്തിയെ സ്വാധീനിക്കും. അപ്പോൾ ഈ വാക്കുകൾ വളരെ പ്രധാനമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ നെഹ്റുവിനെ പാശ്ചാത്യം സ്വാധീനിച്ചതുപോലെ, പാശ്ചാത്യ പ്രമാണം സ്വാധീനിച്ചതുപോലെ, വീക്ഷണം സ്വാധീനിച്ചതുപോലെ നമ്മുടെ ഇന്നെടുത്തിരിക്കുന്ന പല സാധനങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ പാശ്ചാത്യ സ്വാധീനത്തിൻ്റെ സ്വാധീനം ഈ പരിഭാഷയിൽ കാണാം. ഒട്ടേറെ സംഗതികളിൽ വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പലതും അത് കാണാൻ പറ്റും. ഒപ്പം തന്നെ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു, നിയമവും സ്വാതന്ത്ര്യവും. ഇപ്പം നിയമം എന്ന് പറഞ്ഞ സംഗതി, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആസ്വാദന ഘട്ടത്തിൽ നമുക്കൊരു ബൗണ്ടറീസ് ഫീൽ ചെയ്യുന്നു. സ്വാതന്ത്ര്യത്തിൽ വിലക്കുകൾ നമുക്കില്ല. അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം. നമ്മളതിൻ്റെ ഒരു ആസ്വാദനമാണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ, മനുഷ്യൻ്റെ ലൈഫിൽ ഇപ്പം മൃഗങ്ങളെ പ്രകൃതി ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളും ജന്തുലോകത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും പക്ഷെ നമ്മൾക്ക് ആ ട്യൂണിങ് സ്വയം നിശ്ചയിക്കണം. നമ്മൾ ഓരോ സന്ദർഭത്തിലും നമ്മൾ തിരഞ്ഞെടുക്കണം. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരു സമൂഹമായിട്ട് ജീവിക്കുന്ന സമയത്ത് ഓരോ വ്യക്തിയും വ്യത്യസ്തമായതുകൊണ്ട് പൊതുവായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് അതിനകത്ത് നിങ്ങൾ കളിച്ചോളാനാണ് പറയുന്നത്. ഇപ്പോൾ അവിടെ നിയമം ആവശ്യമാണ്. ഏത് സമൂഹത്തിനും, വീടിനാണെങ്കിലും എല്ലാത്തിനും ഈ നിയമം ആവശ്യമാണ്. ആ നിയമത്തിനകത്ത് നിന്നാണ് സൗന്ദര്യം ഡെവലപ്പ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ നിന്നുണ്ടാകും. അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, മക്കൾ,
രക്ഷകർത്താക്കൾ ഒക്കെ. അപ്പോൾ ആ സൗന്ദര്യമാണ് ഈ കുടുംബം എന്നുള്ള ഒരു സംഗതിയെ നിലനിർത്തുന്ന സംഗതി. അതാണ് അതിൻ്റെ ഒരു നിയമം. മറിച്ച് ഇതെല്ലാം മനുഷ്യരാണ്, വ്യക്തികളാണ്, ബയോളജിക്കലി എന്താ പ്രശ്നം എന്ന് തോന്നിക്കഴിഞ്ഞാൽ സകല ഓർഡറോടെ തെറ്റുകയാണ് ചെയ്യുന്നത്, അല്ലേ എന്ന് പറഞ്ഞില്ല. അത് കൃത്യമായി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുട്ബോൾ കളി നോക്കുക. ഫുട്ബോൾ കളിയിൽ എത്ര ഡൈനാമിക്കായിട്ട് വളരെ പിന്നെ ചലനാത്മകമായൊരു കളിയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കളിക്കുന്നവർക്കും മനസ്സിലാകും. ഇപ്പം ഫുട്ബോൾ കളി ആരംഭിച്ച നാൾ മുതൽ ഇതുവരെയും ഇനി അങ്ങോട്ടും ഒരു കളിയും ഒരിക്കലും ഒന്നുപോലെ ആവർത്തിക്കാൻ പോകുന്നില്ല. പക്ഷെ അതിൻ്റെ നോക്കുക, അതിൻ്റെ 4 ആ കോർട്ടിനുള്ളിൽ ആ ചതുരത്തിനകത്തുള്ളിൽ കൃത്യമായ എല്ലാ കളിയിലും ഉണ്ട്. കളി ഉണ്ടാവണോ? കളിയൊരു രസമാണ്. രസം വരുന്ന സമയത്ത് എന്താണ്, നമ്മൾ എല്ലാ ബൗണ്ടറീസിനെ കുറിച്ചും സമയത്തെക്കുറിച്ചും ഒക്കെ മറന്നിട്ട് നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്, രസിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കളി പ്രധാനമാകുന്നത്. അതുകൊണ്ടാണ് ഓണത്തിന് കളി വയ്ക്കുന്ന സാധനം. കളി പ്രധാനമാണ്. കാരണം ഓണത്തിൻ്റെ സന്ദേശത്തിൻ്റെ ഒരു എഫക്റ്റാണ് കളിയിലൂടെ നമ്മൾ കാണേണ്ടത്. നമ്മൾ ഓണത്തിനൊന്നും എങ്ങനെ ആഘോഷിക്കാൻ നമുക്ക് അറിയാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണത്. അപ്പോൾ ഈ ഫുട്ബോൾ കളിയിൽ നമുക്ക് ആ രസം വരുമ്പോഴത്തേക്ക് സകല ബൗണ്ടറീസോടെ പൊട്ടിച്ചു പോവുക ചെയ്യും. പക്ഷേ അതേ സമയത്ത് ഈ നിയമത്തിനകത്ത് നിന്ന് ചെറിയ ബോൾ വന്ന് മുട്ടിത്തൊട്ടാൽ പെനാൽറ്റി ആയി, അല്ലേ? അപ്പോൾ അത് ക്രിക്കറ്റിലാണെങ്കിലും ഏത് കളി എടുത്ത് നോക്കിയാലും ഈ നിയമങ്ങളാണ് കളിയെ രസിപ്പിക്കുന്നത്. അപ്പോൾ ഈ കളിയിൽ അപ്പോൾ അത് കാരണം നിയമങ്ങൾ വളരെ സൂക്ഷ്മമായ നിയമങ്ങൾ വെക്കുകയും ആ നിയമങ്ങൾ പാലിക്കുകയും അതനുസരിച്ച് നിന്നിട്ട് അതിനകത്ത് നിന്ന് നമ്മൾ നൃത്തം ചെയ്യുന്നത് പോലെ നമ്മൾ സിറ്റുവേഷൻസിനെ മനസ്സിലാക്കി നമ്മളെ ചിന്ത വേറെങ്ങും പോകാതെ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെയാണ് മെസ്സി കളിക്കുന്നത്. മെസ്സി കോർട്ടിലിറങ്ങുന്ന സമയത്ത് എതിർ ടീമിലുള്ള ആൾക്കാരെല്ലാം ഇയാളെ വളയാൻ നോക്കും. ഇയാളത് ഭയങ്കര അവസരമാക്കി മാറ്റിയിട്ട് അവരുടെ ഇടയിലൂടെ ഇങ്ങനെ പോയിട്ട് ഗോളടി. അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്യൂട്ടി ജനിക്കുന്നത് സത്യം പറഞ്ഞാൽ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മെസ്സി വളരെ അതുവരെ പുള്ളി കളിച്ചിട്ടില്ലാത്ത കളികൾ ഓർത്തിട്ടല്ല കളിക്കുന്നത്. ആ സിറ്റുവേഷൻ വരുന്ന സമയത്ത് പന്തിൻ്റെ ഘടന നോക്കി അതിൻ്റെ ചലനാത്മകത നോക്കി പെട്ടെന്ന് ഉരിഞ്ഞു ഓരോ നിമിഷങ്ങളിൽ പുതുതായിട്ട് ജനിച്ചു വരിക അവിടെ ചെയ്യുന്നത്. അതാണ് സൃഷ്ടിപരം എന്ന് പറയുന്നത്. ഓരോ നിമിഷവും അവിടെ പുതിയ ചലനം. അല്ലെങ്കിൽ മെസ്സിയുടെ കളിയിലെടുത്ത് നോക്കി ഒരൊറ്റ ബാൾ മൂവ്മെൻറ്റ് പോലും അദ്ദേഹത്തിൻ്റെ കാൽ ഒരേപോലെ ആയിരിക്കത്തില്ല ആരുടെയും. അപ്പോൾ അവിടെ അതിനിടയിലൂടെ അദ്ദേഹം പോയിട്ട് ഗോൾ അടിക്കുന്നു. അത് നമുക്ക് മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നു. ഏകദേശം ഫുട്ബോൾ കളി പോലെയാണ്. ഫുട്ബോൾ കളി പോലെയാണ് ജീവിതം. ജീവിതത്തിനും ചില നിയമങ്ങൾ ആവശ്യമാണ്. അതിനകത്ത് നിന്ന് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നല്ല മനോഹരമായിട്ട്, അത് കുടുംബമാണെങ്കിലും സ്ഥാപനമാണെങ്കിലും എവിടെ ആണെങ്കിലും റോഡാണെങ്കിലും റോഡിലും അതുപോലെ തന്നെയാണ്. ആ നിയമം പാലിക്കാത്തത് കൊണ്ടാണ്, രസാത്മകത ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ദിവസം 8-10 പേര് മരിക്കുകയും ഒരുപാട് പേർക്ക് അപകടം ഉണ്ടാകുന്നത്. ജീവിതം ഇത്രയും ഒരു നിയമങ്ങൾക്കകത്ത്, അതിസൂക്ഷ്മമായ നിയമങ്ങൾക്കകത്ത് പെനാൽറ്റി വരുത്താതെ കളിച്ചു പോവുകയാണെങ്കിൽ ഗോൾ അടിക്കുകയും ചെയ്യാം, കളി രസിക്കുകയും ചെയ്യാം. കളിക്കുന്നവർക്കും രസമാണ്, കാണുന്നവർക്കും രസമാണ്. എന്തായാലും നമ്മുടെ ഇന്റർവ്യൂവിന്റെ അവസാനത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. ഓക്കെ. 78ാം സ്വാതന്ത്ര്യ ദിനം, 77 വർഷങ്ങൾ, പുതിയ തലമുറയോട് അല്ലെങ്കിൽ ഇന്ന് ജീവിക്കുന്ന ഓരോ മനുഷ്യരോടും എന്ത് സന്ദേശമാണ് പറയാനുള്ളത്? അല്ലെങ്കിൽ എങ്ങനെ ആവണമെന്നാണ് ഒരു സ്വാതന്ത്ര്യദിനം അല്ലെങ്കിൽ ഒരു ഫ്രീഡം എങ്ങനെ ആസ്വദിക്കണം എന്നാണ് സാറിന് പറയാനുള്ളത്? അതായത് ഇന്ന് ജീവിക്കുന്നവരോട് ഇന്ന് ജീവിക്കാൻ പറയുക, ഇന്ന് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ. അതിനകത്ത് ഈ പിന്നെ പ്രായം പോലും ഘടകമല്ല. ഇന്നിപ്പം വാർദ്ധക്യത്തിലെത്തുന്നവർക്ക് പോലും വിശ്രമിക്കേണ്ട, അങ്ങനെ വിശ്രമം തന്നെയാണ്. ചെറുപ്പക്കാർ വിശ്രമിക്കുന്ന പോലെ തന്നെ വാർദ്ധക്യത്തിലുള്ളവർക്കും വിശ്രമിച്ച് വേണമെങ്കിൽ കൈകാര്യം ചെയ്യാവുന്ന ടൂളാണ് കയ്യിലുള്ള സാധനം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഏജിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ടെക്നോളജി ആ ഏജിൻ്റെ പരിധിയൊക്കെ തട്ടിക്കളഞ്ഞു സാധനം. അപ്പോൾ എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്നൊരു അവസ്ഥയുണ്ട്. അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇന്നത്തെ ഇതെന്ന് പറയുന്ന സാധനം ഈ പറഞ്ഞ പോലെ നിയമം, ഇപ്പം നല്ല ഫുട്ബോൾ കളിക്കാരാവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ കളിയുടെ രസം ആസ്വദിക്കുക. അത് ചെറുപ്പക്കാർക്ക് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പം പ്രായം ചെന്ന് ഇപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർ ഫുട്ബോളിൽ ഇറങ്ങി കളിക്കാൻ നോക്കിയിട്ട് എൻ്റെ ഒരു ഓഫ് കോഴ്സ് ഇപ്പോൾ നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരുണ്ടായി കളിക്കാം. ഇപ്പോൾ നിങ്ങളോട്ട് നമ്മൾ കളിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കളിക്കേണ്ട സമയമാണ്. അപ്പോൾ ആ കളി രസിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് രസിക്കണമെന്നുണ്ടെങ്കിലും കാണികൾക്ക് രസിക്കണമെന്നുണ്ടെങ്കിലും ഈ കളിയുടെ നിയമം കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ കളിയുടെ നിയമം ലംഘിക്കുകയാണ് സ്വാതന്ത്ര്യം എന്നുള്ള തെറ്റിദ്ധാരണയാണ് നമ്മുടെ ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെ പൊതുവെയുള്ള വിനിയോഗത്തിലും പറ്റിയിരിക്കുന്ന അപകടം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഒറ്റൊരു ക്വസ്റ്റ്യൻ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനും കൂടി എനിക്ക് എന്തായാലും ചോദിക്കണം. പണ്ട് കമൽഹാസൻ്റെ അടുത്ത്
ഒരു ആങ്കർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൽ സാറിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കണം എന്ന് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഞാനൊരു 3 ഓപ്ഷൻ തരാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആരാണ് ഈ കാലഘട്ടത്തിലേക്കൊന്ന് തിരിച്ചു വരണം, ഇതൊന്ന് കാണണം എന്ന് തോന്നുന്നത് എന്ന് പറയാം. 3 ഓപ്ഷൻസ്: ഗാന്ധിജി, ശ്രീനാരായണ ഗുരു, EMS. അതൊരു വല്ലാത്ത ചോദ്യമാണ് സാധനം അത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും രണ്ടുപേർക്കും കൂടെ വേണമെങ്കിൽ ഒന്നിച്ചു വരാവുന്നതേ ഉള്ളൂ. അവരാണ് വരേണ്ടത്. ഒരാള് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഗാന്ധിജി തന്നെ വന്നോട്ടെ. ഗാന്ധിജി വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാറ്റം, ആദ്യം നിങ്ങളിത് എന്താ കാണിച്ചത് ഇങ്ങനെ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? ഗാന്ധിജി വന്ന് ആരെയും കുറ്റപ്പെടുത്തത്തില്ല. ഗാന്ധിജി വന്ന് നല്ല നല്ല മനോഹരമായ ഒരു ചിരിയോടുകൂടി അദ്ദേഹം പ്രവർത്തനം ആരംഭിക്കും. ഇപ്പോൾ ഗുരു വന്നു കഴിഞ്ഞാലും അത് തന്നെയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഓപ്ഷൻ കൂടി തരട്ടെ. ഗാന്ധിജി, ശ്രീനാരായണ ഗുരു, APJ അബ്ദുൽ കലാം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ശ്രീനാരായണ ഗുരുവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീനാരായണ ഗുരുവിൻ്റെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല. ജീർണിച്ച് മണ്ണ് മാത്രമേ ഉണ്ടായിരുന്നു, മണ്ണും വെള്ളവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശുദ്ധം. മനുഷ്യൻ്റെ മനസ്സ് ജീർണിച്ച് അഴുകി കിടക്കുന്ന അവസ്ഥയാണ്. ഇന്നിപ്പോൾ ശ്രീനാരായണ ഗുരു കേരളത്തിൽ വരികയാണെങ്കിൽ, കേരളത്തിലെ കാര്യം പറയാം, കേരളത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹം നോക്കുമ്പോൾ കാണുന്നത് മണ്ണും മനുഷ്യൻ്റെ മനസ്സും ഒരേപോലെ അഴുകി ജീർണിച്ച് ദുർഗന്ധം പമിപ്പിക്കുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെ രക്ഷപ്പെടുത്താം? ഇതിനെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ആരാണോ നശിപ്പിച്ചവർ, ഇതൊക്കെ നശിപ്പിക്കുന്നത് ആരാണോ, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാരാണോ, അവരോടാണ് കൂടുതൽ കരുണ വേണ്ടത്. അവരെ കൂടുതൽ നോവിക്കാതെ അവരെ, കാരണം ഈ അജ്ഞതയിൽ കിടക്കുന്ന ആൾക്കാരാണല്ലോ ഇപ്പം ഈ ദാരിദ്ര്യം വല്ലാണ്ട് പിടിക്കുമുറുക്കുന്നവരാണല്ലോ ഈ കൈക്കൂലി കാണിക്കുന്നത്. പണം ഇങ്ങനെ വാരിക്കൂട്ടണം തോന്നി ഇല്ലായ്മ കൊണ്ടുള്ള ഒരു 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 അത് അവർക്കേ അറിയാൻ പറ്റത്തുള്ളൂ. ഈ വാരി നിറയ്ക്കണമെന്നുള്ളൊരു, ഇപ്പം ചില ആൾക്കാർക്ക് ഈ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ വല്ലാണ്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ അവർക്ക് നിറയ്ക്കാൻ വേണ്ടിയുള്ളൊരു ഫീലിംഗാണ് ആ ഡിപ്രഷനകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ അമിത ധനികർക്കും ഈ ധനത്തിനോടുള്ള ആർത്തി വരാൻ കാരണം എന്ന് വെച്ചാൽ അതും കൂടെ എങ്കിലേ നിറയ്ക്കാനുള്ള ശ്രമമാണ്. അവിടെയാണ് ഈ ഗ്രീഡ് വരുന്നത് സാധനം. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെയും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഇതിനെ എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം എന്നുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം പോകും. ഉറപ്പായിട്ടും ഈ ഒരു സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയവും അതേപോലെ ഗാന്ധിജിയുടെ ആശയവും ഒക്കെ ഉൾക്കൊണ്ട് ഒരുപാട് ഈ നമ്മുടെ പുതിയ തലമുറകളെല്ലാം പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും. കാരണം ആശയം ഉൾക്കൊണ്ടിട്ട് കാര്യമില്ല. കാര്യം ഇത് നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പം ഗുരുവിനെ നമ്മൾ ചരിത്രത്തിലോ അല്ലെങ്കിൽ ഗാന്ധിയെ ചരിത്രത്തിൽ കണ്ടാൽ പോയി. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗാന്ധിജിയുടെ ചില ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഗുരുവിൻ്റെ ചില ക്വാളിറ്റീസ് ഇപ്പോൾ എനിക്ക് ബോധ്യമല്ലാത്തൊരു കാര്യം കൃഷ്ണ പറയുന്നു. അപ്പോൾ കൃഷ്ണയെ ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അതിനെ ഞാൻ എതിർക്കുക, അതിന് വിരുദ്ധമായിട്ട് നിങ്ങളെ പറഞ്ഞ് താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുക എന്നൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഗാന്ധിജിയെ മറന്നു, ഗുരുവിനെയും മറന്നു. മറിച്ച് അത് കൃഷ്ണയെ അത് പറയുമ്പോൾ ഇന്നതുകൊണ്ടായിരിക്കാൻ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ കൃഷ്ണയെ അറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൃഷ്ണ എനിക്ക് അറിവായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അറിവിൽ ഒരിക്കലും ഹിംസ പറ്റത്തില്ല. വളരെ സിമ്പിളാണിത്, അത്രയേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ഒരു ഇന്റർവ്യൂ സെക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പോലെയുള്ള ഒരു സെക്ഷൻ ആയിരുന്നില്ല. എനിക്ക് ഒരുപാട് എന്താ പറയുക, സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അറിവുകൾ കിട്ടിയ ഒരു സെക്ഷൻ ആയിരുന്നു. ഇത് കാണുന്ന ഓരോ പ്രേക്ഷകരിലേക്കും ആ അറിവുകൾ തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക. ഒപ്പം സാറിൻ്റെ എഴുത്ത് ജീവിതം കുറച്ചും കൂടി വിപുലമാക്കണം. ഞങ്ങൾക്ക് ഒരുപാട് എഴുത്തുകൾ സാറിൻ്റെ വായിക്കാനുണ്ട്, ഇനിയും ഒരുപാട് എഴുത്തുകൾ വായിക്കാനുണ്ട്. ഒപ്പം തന്നെ സാറ് പറഞ്ഞ ഒരു വാചകം ഞാൻ എടുക്കുകയാണ്, ലീവ് ദ പ്രസന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മാറ്റ്നി ലൈവിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്യുന്നത് ആര്യ കൃഷ്ണ. താങ്ക് യു.